എനിക്ക് തന്നെ ഒരു രസകരമായ ഒരു സംഭവം പറയാനുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഒരു ഞങ്ങളെ വന്യരായ ഉസ്താദ് മൂന്നിയൂർ പി കുഞ്ഞി മുസ്ലിയാർ എപ്പോഴും പറയും, ഉസ്താദ് നമ്മൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അൽഫിയ ഫത്തുൽമീനൊക്കെ ഉസ്താദിൻ്റെ അടുത്ത് തീർത്തു ഓതലില്ല. ഉസ്താദിന് എത്ര തോന്നുന്നുണ്ടോ അത്ര ഓതി തരില്ല. അപ്പോൾ 2 കൊല്ലം അൽഫിയ ഓതിയിട്ടൊരു 750-800ഓളം വെയ്ത്ത് ഓതി. ഫത്തുൽമീൻ ഓതുമ്പോൾ കിതാബുനിക്കായ വരെ ഓതി. കാരണം അധികം സൊറയാണ് ഈ കാരം. സൊറ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സൊറയാവില്ല, ചിലപ്പോൾ നമുക്ക് പഠിക്കാനുള്ള പലതുമാണ് ഈ കാരം പറയും. പക്ഷേ ഉസ്താദ് ദർസ് നടത്തുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ വിഷയം അധികരിച്ച വിഷയങ്ങൾ പറയുമ്പോഴും കുറേ കായികകൾ പറയും. ആ കായികകൾ പിന്നീട് നമുക്ക് പലപ്പോഴും അത് ഉപകരിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നീട് കേൾക്കാൻ പോണ കായിക തന്നെയാണ് ഈ കാരം. ചിലപ്പോൾ മുഖ്തസർ എന്ന് മനസ്സിലാവും, അതല്ലെങ്കിൽ മറ്റു വല്ല കിതാബുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന കായികകളാണ് ഈ കാരം. ഈ കായികകൾ എപ്പോഴും ബഹുമാനപ്പെട്ടവർ പറയാറുണ്ട്. അപ്പം ഞങ്ങളൊക്കെ അൽഫിയും ഫത്തുൽമീനും ഓതിയ കാലഘട്ടത്തിൽ ഉസ്താദ് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ തഫ്സീറും മിഷ്കാത്തൊന്നും ഓതണ്ട, മുഖ്തസർ ഓതി കഴിഞ്ഞിട്ട് മാത്രമേ തഫ്സീർ ഓതാൻ പറ്റുള്ളൂ. ഞാനങ്ങനെ ഉസ്താദ് പറഞ്ഞിട്ട് കേൾക്കണം എന്നുള്ളത് വിശ്വസിച്ചപ്പെട്ട ആളാണ്. അപ്പം ഞാൻ ഉസ്താദ് പറഞ്ഞത് കേട്ടു. എൻ്റെ ഒപ്പമുള്ള കുറേ കുട്ടികൾ തഫ്സീറും മിഷ്കാത്തൊക്കെ ഓതി. ഞങ്ങൾ കുറച്ച് ആൾക്കാർ പിന്നെ ശറഹ് തദീബ്, മുഖ്തസർ, ഹുലൈദിസ്, ഹുലാസ് അങ്ങനത്തെ കിതാബുകളാണ് അന്ന് ഓതുന്നത്. ഒരു ദിവസം ഞാൻ കുറച്ച് ദിവസം ദർസിൽ വരാൻ വൈകിയപ്പോൾ അന്ന് പിന്നെ ഉസ്താദ് പിന്നെ വന്നപ്പോൾ ഞാനായിരുന്നു വായിച്ചു കൊടുക്കൽ. അപ്പം എന്നോട് നിങ്ങൾ വായിക്കണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയാം ഞാൻ വായിക്കണ്ടെന്ന് പറഞ്ഞാൽ ഉസ്താദ് തെറ്റുമെന്നുള്ളത്. കാരണം മറ്റുള്ള കുട്ടികൾ വായിച്ചാൽ ശരിയാവില്ല എന്ന് എനിക്കറിയാം, എന്തെങ്കിലും ഒരു തെറ്റുണ്ടാവും. ഉസ്താദിന് കിതാബ് മുത്താല ചെയ്യുന്ന പണിയില്ല, ആദ്യം ചെന്നപാട് ഒരു പേജ് 1.5 പേജ് വായിപ്പിക്കലാണ്. അപ്പം മാറുവരുത്തം വായിച്ചു, ഓൻ വായിച്ചത് ഒരുപാട് തെറ്റിയാലും പിന്നെ ഉസ്താദ് ഓത്തു തുടങ്ങി. കിതാബ് മുഖ്തസർ ഓതുമ്പോഴേ ഉസ്താദിന് ഒപ്പം ഒരാൾ മൂളി കൊടുക്കണം, ഒരാൾ ഒപ്പം ബാക്കി പറയണേന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇത് കുട്ടികളിൽ നിന്ന് അധികം ആളുകൾ അത് പറയില്ല, ഞാനാണത് പറയല്. ഞാൻ പറഞ്ഞില്ല, എന്നിട്ട് തെറ്റാണല്ലോ, അപ്പം ഞാൻ പറയാതെ ഇരുന്നും ചെയ്തു. ഞാൻ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു മറ്റേ ഭാഗത്ത്. അങ്ങനെ ഞാൻ അവിടുന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഉസ്താദ് അപ്പോൾ കിതാബ് കൂട്ടി റൂമിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്നാൽ പോവുകയാണെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ ഇഷ്ടമുള്ളിടത്തേക്ക് പോയിക്കോളിന്ന് പറഞ്ഞു. ഉസ്താദിൻ്റെ ബുദ്ധി ഞാൻ പോവില്ല എന്നാണ്. ഞാൻ അവിടുന്ന് പോന്നു. ഞാൻ ഒന്നുകിൽ തിരങ്ങാടി വാപ്പുലിയറി അവരുടെ അടുത്ത് ഞാൻ നോമ്പിനൊക്കെ ദർസ് എടുത്തുമ്പോൾ പോയി ഓതലുണ്ട്, മൂപ്പരെടുത്ത് ഓതണം. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഓക്കെ അബ്ദുറഹ്മാൻ ഹസ്രത്തുണ്ട്, മൂപ്പരെ സബക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരോട് എനിക്കൊരു താല്പര്യം ഉണ്ട്. അവിടെ കാനാഞ്ചേരിയാണെന്ന് തോന്നുന്നു മൂപ്പര്. അന്ന് അവിടെ മൂപ്പരെടുത്ത് പോയി എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചോടുന്ന് ഇറങ്ങി. അന്ന് ചില്ലറ പൈസ കയ്യിലുണ്ടാവുള്ളൂ. ബാപ്പ ഒരു റുപ്യ തരും ഒരാഴ്ചക്ക്. പിന്നെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കലൊക്കെ. വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി തന്നെ അധികം ഭക്ഷണം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കൽ. ചിലപ്പോൾ അവിടെ ഒരു ചെലവുടിയിൽ ചിലവിനും പോലുണ്ട്. അപ്പം അങ്ങനെ ഞാൻ വൈകുന്നേരം ഒരു ബസ് കയറി ഞാനിങ്ങനെ പോരുമ്പോൾ ഏകദേശം കോടൂർ ഭാഗത്തെത്തിയപ്പോൾ നേരെ ഇരുട്ടായി. ഞാനൊരു 10-15-16 വയസ്സായിട്ടുള്ളൂ എനിക്കന്ന്. എനിക്ക് രാത്രിയായപ്പോൾ ചെറിയ പേടിയായി. ഒരു പള്ളി കണ്ടു, ആ പള്ളിയിൽ കയറി ഞാൻ. അപ്പോൾ ഒരു 7 കുട്ടികൾ ഒരു മുദരിസുണ്ട് അവിടെ. ഞാൻ ചോദിച്ചു, ഇവിടെ ഞാൻ ഓതട്ടെ എന്ന് ചോദിച്ചു ഉസ്താദിനോട്. അയാൾ എന്നെ സമ്മതിച്ചു, ഇന്നെ എടുത്തു, നിങ്ങൾ ഇവിടെ ഓതിക്കോളി എന്ന് പറഞ്ഞു. രാവിലെ മൂപ്പരെന്നെ തഫ്സീർ ഓതാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, തഫ്സീർ ഓതാൻ ഞാൻ വരൂല, ഞാൻ ഉസ്താദ് പറഞ്ഞിരിക്കണം എന്താണെന്നറിയോ, മുഖ്തസർ ഓതി കഴിഞ്ഞതിന് ശേഷം തഫ്സീർ ഓതാന്നാണെന്ന്. അപ്പം ഇയാൾ പറഞ്ഞു, അതല്ലല്ലോ ഇപ്പോൾ ഉസ്താദ്, ഇപ്പം ഞാനല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ മൂപ്പരോടൊന്നും പറഞ്ഞില്ല, മൂപ്പരിൻ്റെ ഉസ്താദൊന്നും ആയിട്ടില്ലല്ലോ. ഞാൻ ഏതെങ്കിലും തഫ്സീർ ഓതാൻ കൂടി ചെന്നു. അപ്പോൾ 7 ആളുകളുണ്ട്, ഞാനൊന്ന് 8. 7 ആളിൽ നിന്ന് 3 ആളും മുഅല്ലിമീങ്ങളാണ്, 4 ഓതുന്ന കുട്ടികളുണ്ട്. ഫതലഖാ ആദമു മിൻ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. ഫതാബ അലൈഹിൻ്റെ അവിടെ എത്തിയപ്പോൾ ഈ കുട്ടി വായിച്ചു ഖബല തൗബത്തിഹി എന്ന്. ആദം നബി തൗബ ചെയ്യണതിന് മുമ്പ് ആദം നബിൻ്റെ മേലിൽ മൂപ്പര് തൗബ ചെയ്തു, അള്ളാഹ് തൗബ ചെയ്തു എന്നാണ് മൂപ്പര് അർത്ഥം വെച്ചത്. അപ്പം ഞാൻ ചോദിച്ചു, അതെങ്ങനെ പണിയെന്ന് ചോദിച്ചു. അപ്പം തന്നെ മൂപ്പർക്ക് എന്നോട് ദേഷ്യം പിടിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ ഒന്നും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞ അലൈഹി എന്ന് പറഞ്ഞാൽ ലാമിൻ്റെ മയനാക്കാണ് അല എന്ന് പറഞ്ഞു. അൽഫിയൊന്നും ഓതിയിട്ടില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ അല എന്തെല്ലാം മയനാക്കി വരുമെന്ന് എനിക്കറിയാം, എന്നിട്ടൊന്ന് അർത്ഥം വെച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പർ പറഞ്ഞു, ഫതാബ അലൈഹി, ആദം നബിക്ക് വേണ്ടി അള്ളാഹ് തൗബ ചെയ്തു ഖബല തൗബത്തിഹി, ആദം നബി തൗബ ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ ഞാൻ പിന്നെയും ചോദിച്ചു, ഈ ആദം നബി തൗബ ചെയ്യുന്നതിന് മുമ്പ് ആദം നബിക്ക് വേണ്ടി അള്ളാഹ് തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ മൂപ്പർ എന്നോട് പറഞ്ഞത് അംബിയാ മുർസലീങ്ങളെ തൗബയാണ്, അതൊക്കെ അള്ളാഹ്ക്ക് വേഗം അറിയുന്ന പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇപ്പം എൻ്റെതും നിങ്ങളതൊക്കെ അറിയില്ലേന്ന് ചോദിച്ചു. അതിൽ മൂപ്പരിനോട് ചൂടായി. എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് ഓരോ സ്ഥലത്ത് നിന്ന് കുറ്റിയും പറിച്ച് വരും എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് വലിയ വാചകടി ഉഴത്തി.
അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ കുറ്റിയും പൊറിച്ച് വന്നത് തന്നെയാണ്, പക്ഷേ നിങ്ങൾക്ക് തിരിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ അതല്ല അതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായി. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ തിരിച്ചു വന്നു. തിരുവങ്ങാടിക്ക് ഇങ്ങോട്ട് പോരുമ്പോൾ ബസ് കയറാൻ പൈസ ഇല്ലെന്ന് പരപ്പനങ്ങാടിക്ക് പോകണ ഒരു ബസ് കയറി പാപ്പാനറിയുന്ന ഒരു പീഡിയക്കാരനോട് തിരുവങ്ങാടിയിൽ നിന്ന് പൈസയും വാങ്ങിക്കൊടുത്ത് ഉസ്താദിൻ്റെ ഇരുത്തിയിരുന്നു. അപ്പോൾ മൂലിയറിനോട് ചോദിച്ചു, എന്താ പോയത് മതിയായെന്ന് ചോദിച്ചു. ഞാൻ മതിയായി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിയ സംഭവം പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ സംഭവം പറഞ്ഞു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഞാനതാണ് തഫ്സീർ ഓതി മുഖ്തസർ ഓതിയിട്ട് തഫ്സീർ ഓതിയാൽ മതിയെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് അവിടെ അങ്ങനെ അല്ലാന്നെങ്കിലും തിരിഞ്ഞില്ലേ, എന്നാൽ ആ സ്ഥലം ഞാൻ തഫ്സീർ ഓതി തരാമെന്ന് പറഞ്ഞ് ഞാൻ ഉസ്താദിനെ കൊണ്ട് ജലാലൈനി അവിടെ മാത്രം ഓതിയിട്ടുള്ളൂ. അപ്പോൾ കപില തൗബത്തഹു എന്നുള്ളിടത്ത് കപില തൗബത്തിഹി എന്ന് വായിച്ചാൽ അതിൻ്റെ അർത്ഥം ഇപ്പം കുട്ടികളും അങ്ങനെ വായിച്ച് പഠിച്ചാൽ എന്തെല്ലാം കെട്ടിമറിയലാണ് പിന്നെ ചെയ്യണത്. ആദം നബിക്ക് വേണ്ടി തൗബ ചെയ്തു. ആദം നബി തൗബ ചെയ്തതിന് മുമ്പ് അംബിയാ മുർസലീങ്ങളെ തൗബൻ്റെ ഇന്നൽക്കുള്ളതായ പല തകരാറുകളും ഒക്കെ സംഭവിച്ചു പോകും. ഞാനൊരിക്കൽ നമ്മളെ ഒരു ദർസ് എന്നുള്ള എൻ്റെ ഒരു ഈശ്വരനാണ്. ഉസ്താദിൻ്റെ അടുത്ത് ഓതുന്ന കാലത്ത് നമ്മളെ കൊണ്ട് എന്തോ ഓതി വരാം. ഞാൻ അവരെ ദർസ് ഒരു ദിവസം കേട്ടു. ഞാനവിടെ ചെന്നപ്പോൾ അയാൾ നല്ല തിരിയുന്ന ആൾ തന്നെയാണ്. പക്ഷേ അയാൾ ജമ്മു ദർസ് നടത്തുമ്പോൾ ജമ്മുവിലൊരു സ്ഥലത്ത് ബിഅൻയകൂനൽ മുസ്തസ്ന ഫീഹി എന്നുണ്ട്. അവിടെ അതിൻ്റെ മുമ്പ് ഒരു നഹ്വു കൗലിക്ക എന്തോ ഉണ്ടെന്നുണ്ട്. അപ്പോൾ മുസ്തസ്നാവുക ഫീഹി ആ കൗലിൽ നിന്നാണ്. അവിടെ ഇവൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണെന്നറിയാം. ഇവൻ തിരിയുന്ന ആളാണ്, കുഴപ്പക്കാരനൊന്നുമല്ല. ബിഅൻയകൂനൽ മുസ്തസ്ന ഫീഹി എന്നല്ല, ഫീഹി എന്നുള്ളത് അവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികളൊക്കെ മാറ്റി ബിഹിയാക്കി മുസ്തസ്ന ബിഹി ആവുക എന്ന് ഓൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് അവനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഇവൻ എന്നെ കണ്ടപ്പോൾ എന്നെ ബഹുമാനിക്കപ്പെട്ട ആളെ ചെറിയൊരു വിഷമത്തോടുകൂടി നിങ്ങൾ എപ്പോഴേ വന്നു എന്നൊക്കെ ചോദിച്ചു, ദർസ് കേട്ടാന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ ദർസൊക്കെ കേട്ടു, കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുട്ടികളോട് നാളെ ഒന്ന് മാറ്റി പറയേണ്ടി വരും എന്ന് പറഞ്ഞു. അതെന്തിയെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞ് ഇവൻ കുട്ടികളോട് അപ്പോൾ അവതരിപ്പിക്കണേ എന്താ, ഇവിടെ ഭയങ്കര ഇങ്ങനെ നുസ്ഖയിൽ ഒരുപാട് തെറ്റുണ്ടാവും. അപ്പോൾ നമ്മളെ മാരിക്കുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇത് തിരിവില്ല എന്നൊക്കെ പറഞ്ഞ് അത് മാറ്റിയിടാന്നൊക്കെ പറഞ്ഞ് അപ്പോൾ കുട്ടികൾക്കും തോന്നി ഉസ്താദിന് വലിയ തഹത്തീക്കാണ് ഇതെന്നൊക്കെ തോന്നി, ഇതൊക്കെ മാറ്റി വെച്ചു. ഞാൻ പറഞ്ഞു അവിടെ ഇനി ഫീഹി തന്നെ ആയിക്കോട്ടെ, അത് ബിഹി എന്നുള്ളത് ആക്കണ്ടില്ല, അതൊന്നാണ് മാറ്റിച്ചാൽ ഇനി കുട്ടികളെ കൊണ്ട്. അപ്പോൾ എങ്ങനെ മാറ്റിച്ചാന്ന് ചോദിച്ചെന്നോട്. ഞാൻ പറഞ്ഞു നാളെ ഇങ്ങനെ പറഞ്ഞാൽ മതി, ബിഹിയും ഫീയും ഒക്കെ പറ്റും, പക്ഷേ നുസ്ഖയിൽ അവിടെ ഫീഹി ഉണ്ടല്ലോ, അങ്ങനെ തന്നെ കെടുക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്നാൽ എൻ്റെ തടിയും കഴിച്ചിലാക്കാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയാണ് കിതാബിൽ ഇപ്പം അടുത്ത. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബിവജ്ഹില്ലാഹിൽ അളീം അല്ലദീ ലൈസ ശൈഉൻ അഅ്ളമ മിൻഹു വബികലിമാത്തില്ലാഹി തമ്മാത്തി ലത്തീ ലാ യുജാവിസുഹുന്ന ബർറുൻ വലാ ഫാജിർ وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرأ وذرأ بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إنما يخشى الله من عباده العلماء صدق الله مولانا العلي العظيم. ഏറ്റവും ബഹുമാനാദരവുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും മഹാന്മാരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഈ വേദിയിൽ ഉപവിഷ്ടരായ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ, സ്നേഹനിധികളായ വിദ്യാർത്ഥികൾ, ബഹുമാനമുള്ളവരെ, ബഹുമാനപ്പെട്ട എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ ജമിയത്തുൽ മുദരിസീൻ എന്നത് വളരെ കുറഞ്ഞ കാലമായിട്ടുള്ളൂ അത് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിലും ഈ കുറഞ്ഞ കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ അത് വളരെ വലിയൊരു വളർച്ചയിലെത്തിയ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ മുദരിസീൻ. ഈ ജമിയത്തുൽ മുദരിസീൻ എന്ന ഈ ആശയം ഇത് കുറേ മുമ്പ് മഹാന്മാരാവുന്ന ഉസ്താദന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ചർച്ച ചെയ്തതാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവർക്കുള്ള കാലഘട്ടത്തിൽ തന്നെ
സമസ്തയിൽ നിന്ന് സദഖത്തുൽ മുസ്ലിയാർ പുറത്തു പോകുന്നതിൻ്റെ മുമ്പൊക്കെ ഈ വിഷയത്തെപ്പറ്റി ഒരുപാട് യോഗങ്ങൾ വിളിക്കുകയും പല ചർച്ചകൾ നടക്കുകയും അപ്പോൾ അത് എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുന്നു, അത് നടപ്പിലാക്കണമെന്നുള്ള ചില സാങ്കേതികമായ തടസ്സങ്ങളൊക്കെയാണ് അന്ന് ഉന്നയിക്കപ്പെട്ടത്. അത് വിജയിക്കോ ഇല്ലയെന്നൊക്കെയുള്ള ഒരു സംശയമൊക്കെ ആയിരുന്നു ഉള്ളത്. എങ്കിലും ഇപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ മുദരിസീൻ എന്ന ഈ സംഘടന അതിവിടെ രൂപീകരിക്കപ്പെട്ടു. അന്ന് സംശയമൊക്കെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന്, ഏകീകൃതമായ ഒരു പരീക്ഷ നടത്താൻ പറ്റുമെന്നുള്ളത്. അത് ഏറെക്കുറെ അത് സാധ്യമാവും എന്നുള്ളത് ഇപ്പോൾ തെളിയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ ഏകദേശം ഒരുപാട് ദർസുകളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ട് എല്ലാ ദർസുകളിലും മൊത്തത്തിൽ പഠിപ്പിക്കപ്പെടുന്ന ചില കിതാബുകളൊക്കെ പരീക്ഷയ്ക്ക് വെച്ച് അങ്ങനെ പരീക്ഷ ഇപ്പോൾ 1, 2, 3 വർഷങ്ങളായി അത് നടത്തി വരികയാണ്. മറ്റുള്ള ചില ജില്ലകളിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഒന്നിച്ച് നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു സംശയമൊക്കെ മഹാന്മാരായ ഉസ്താദന്മാർക്ക് മുമ്പുണ്ടായിരുന്നെങ്കിലും അതൊക്കെ കഴിയണത് പോലെ നമ്മൾ അതിനൊക്കെ ഒരു പൊതു മാനദണ്ഡം സ്വീകരിച്ചുകൊണ്ട് അത് നടപ്പിൽ വരുത്താൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അതോടൊപ്പം ഈ ഒരു സംഘടനൻ്റെ ആവശ്യം അത് വളരെ സജീവമായി നമ്മൾ കണക്കിലെടുക്കേണ്ട ഒന്നാണ്. കാരണം ഇവിടെ നമുക്കറിയാം, പഴയ കാലത്തുള്ള മഹാന്മാരാവുന്ന ഉസ്താദന്മാരുടെ സ്വഭാവങ്ങളൊന്നും ഇന്ന് വളരെ കുറഞ്ഞു വരികയാണ്. മുമ്പൊക്കെ ഒരു ഉസ്താദിനൊരു സംശയം ഉണ്ടെങ്കിൽ ശിഷ്യന്മാരിൽ പ്രഗത്ഭരുണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിക്കും, ഇവിടെ എങ്ങനെ ഇടുമെന്നൊക്കെ. അതല്ലെങ്കിൽ ആ വിഷയത്തെപ്പറ്റി അറിയണ ആരുണ്ടെങ്കിലും അവരെ സമീപത്ത് ചെന്ന് സംശയം ചോദിച്ച് ആ സംശയത്തിന് നിവാരണം കണ്ട് ആ വിഷയം വേണ്ടതുപോലെ തഹ്ഖീഖ് ചെയ്യണതായ ഒരു സ്വഭാവമായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നത്. മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ തന്നെ അവരേക്കാൾ ചെറിയ പണ്ഡിതന്മാരിൽ നിന്നിട്ട് വിഷയങ്ങൾ ചോദിച്ചു പഠിച്ചു എന്നല്ല. അപ്പം നമ്മളെക്കാൾ ചെറിയവരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിൽ നിന്നും ചിലതൊക്കെ ചിലപ്പോൾ നമുക്ക് ചോദിച്ചു പഠിക്കാൻ പറ്റും. അതിലൊരു ലജ്ജ നമുക്കുണ്ടാവാൻ പാടില്ല. ഇപ്പം മഹാനാവുന്ന സക്കരിയ അൻസാരി തങ്ങൾ അവരെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട പ്രമുഖനാവുന്ന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ സംബന്ധിച്ചും ജലാലുദ്ദീൻ സുയൂത്തിനെ സംബന്ധിച്ചൊക്കെ വലിയ അഭിമാനത്തോടു കൂടി പറയാനുള്ള കാരണം എന്താ? നശഅ്തു ബൈനൽ ഹജറൈനി വബൈനൽ ജലാലൈനി വബൈനൽ കമാലൈനി. അപ്പോൾ 2 ഹജറിൻ്റെ ഇടയിലാണ് എൻ്റെ വളർച്ച എന്ന് പറഞ്ഞു. മൂപ്പര ഉസ്താദന്മാരുടെ കൂട്ടത്തിലൊരു വലിയ ഹജറുണ്ടായിരുന്നു, ശിഷ്യന്മാരുടെ കൂട്ടത്തിലൊരു ഹജറുണ്ടായിരുന്നു. മൂപ്പര ഉസ്താദന്മാരുടെ കൂട്ടത്തിൽ ഒരു ജലാലുണ്ടായിരുന്നു, ശിഷ്യന്മാരുടെ കൂട്ടത്തിലും വലിയൊരു ജലാലുണ്ടായിരുന്നു. ഉസ്താദന്മാരുടെ കൂട്ടത്തിലൊരു കമാലുണ്ടായിരുന്നു, ശിഷ്യന്മാരുടെ കൂട്ടത്തിലും വലിയൊരു കമാലുണ്ടായിരുന്നു. ഈ ഇവരുടെ ഇടയിലാണ് എൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൽമിയായ വളർച്ച അങ്ങനെയാണെന്നാണ്. സക്കരിയ അൻസാരി തങ്ങൾ അവരെ ഇൽമിയായ വളർച്ചയ്ക്കുള്ള കാരണം പ്രഗത്ഭരാകുന്ന ഉസ്താദന്മാരും പ്രഗത്ഭരായ ശിഷ്യന്മാരും. അതിൻ്റെ അർത്ഥം എന്താ? ഈ മഹാന്മാരാവുന്ന ഈ ശിഷ്യന്മാരിൽ നിന്നിട്ടും ഞാൻ പലതും ഇസ്തിഫാത്ത് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഉസ്താദന്മാർക്ക് ചില സ്ഥലങ്ങൾ എത്ര വലിയ ആളാണെങ്കിലും ചില സ്ഥലങ്ങളൊക്കെ തിരിയാതെ നിൽക്കും. അത് ചിലപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ തിരിയണ കുട്ടികളുണ്ടാവും. ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ചിലർ ഇങ്ങോട്ട് ഉസ്താദ് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ എങ്ങനെയല്ലേ എന്ന് ഇങ്ങോട്ട് പറയും. അപ്പോൾ അതാണ് ഇബ്നു സക്കരിയ അൻസാരി തങ്ങൾ സൂചിപ്പിച്ചത്. അന ബൈനൽ ഹജറൈനി ഓ ബൈനൽ ജലാലൈനി ഓ ബൈനൽ കമാലൈനി എന്ന് മൂപ്പർ പറയാൻ കാരണം. അപ്പോൾ ആ നിലക്കുള്ള ഒരു സമ്പ്രദായമൊക്കെ ഒന്നും ഇല്ലാതെയായിരിക്കുകയാണ്. ഓരോരുത്തർക്കും തോന്നുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത് ശരിയാണെന്ന്. ഇപ്പം ഞാനിപ്പോൾ അടുത്ത ദിവസം, ഞാൻ കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് മുദരിസന്മാരുടെ സംഗമത്തിൽ നിന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഒരു മുസ്താദ് എന്നോടൊരു സംശയം ചോദിച്ചു. ഒരു മുസ്ലിയാർ
വഖീസ ഹാദ മിൻ സാദാത്തിൽ അറബി. അപ്പോൾ എന്നോട് മൂപ്പര് പറഞ്ഞു എനിക്ക് മനസ്സിലായിക്കണം അവിടെയെന്ന് പറഞ്ഞു. മൂപ്പർക്കാനെ മനസ്സിലായിക്കണേ, പിന്നെ എന്തിനാ ഇപ്പോൾ ചോദിച്ചു എന്ന് ചോദിച്ചു. ഒന്ന് തഹ്ഖീഖ് ചെയ്യാൻ ചോദിച്ചതാണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായതൊന്ന് പറയുന്നറിഞ്ഞു. അപ്പോൾ മൂപ്പര് പറഞ്ഞു വഖീസ ഹാദ, ഈ പറഞ്ഞ ആളെ ഖിയാസാക്കപ്പെട്ടിക്കണ് മീൻ സാദാത്തിൽ അറബി, അറബികളെ പ്രമുഖരിൽപ്പെട്ടതായിട്ട് ഖിയാസാക്കപ്പെട്ടിക്കണ്. അപ്പം ഞാൻ ചോദിച്ചു അതിൻ്റെ അർത്ഥം ഇപ്പം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞു അറബികളെ സാദാത്തിൽപ്പെട്ടതായിട്ട് ഇയാൾ അംഗീകരിക്കപ്പെട്ടിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മൂപ്പരോട് ചോദിച്ചു നിങ്ങൾ ഈ പറയുന്നതിന് മുമ്പ് ഒരു ഖൈസ് എന്ന് പറഞ്ഞ ഒരാളെ പറഞ്ഞിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞു അത് പറഞ്ഞിക്കണമെന്ന് പറഞ്ഞു, ഖൈസിനപ്പുറം പറഞ്ഞിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മൂപ്പർക്ക് പറഞ്ഞു കൊടുത്തു ഖൈസുൻ ഹാദ, ഈ പറഞ്ഞ ഖൈസുണ്ടല്ലോ അത്. അപ്പോൾ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി വെച്ച് ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ മൂളിപ്പോരും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് യാതൊരു പ്രശ്നമില്ല. നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും നമ്മളിപ്പോൾ കാല എന്നുള്ളതിൻ്റെ അർത്ഥം ഒരുപാട് അർത്ഥത്തിന് കാല വരും. ഇനിയിപ്പോൾ കാല എന്ന ഈ വാക്കിനിക്ക് നമ്മൾ കൊന്നു എന്ന അർത്ഥം പറഞ്ഞു കൊടുത്തു നോക്കാം, എന്നാൽ അവൻ അതേ പഠിച്ചോളും, കുഴപ്പമുണ്ടാവില്ല, അവനത് പഠിച്ചു പോരും. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയാൽ, ഞങ്ങളെ വന്യരായ ഉസ്താദ് തിരങ്ങാടി വാപ്പൂസിലിയാർ എപ്പോഴും പറയലുണ്ട് ആരെ അടുത്തുനിന്ന് ഓതി നോക്കണ്ട, അവൻ ഓതിക്കണോ നോക്കിയാൽ മതി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഉസ്താദിന് തിരിയില്ല എന്നുണ്ടെങ്കിൽ അവൻ അവിടുന്ന് പോരും. അപ്പോൾ ഉസ്താദിന് തിരിയാണെങ്കിൽ അവൻ അവിടെ നിൽക്കുള്ളൂ എന്ന് ഉസ്താദ് എപ്പോഴും തമാശയായിട്ട് പറയലുണ്ട്. നമ്മൾ ഓരോരുത്തരോടൊക്കെ ഈ എവിടുന്ന് ഓതിയതാന്നൊക്കെ ചോദിക്കുമ്പോൾ ഉസ്താദ് പറയും അത് എവിടുന്ന് ഓതിയതാന്ന് നോക്കണ്ട, അവൻ ഓതിക്കണോ നോക്കിയാൽ മതി, അവൻ ഓതിപ്പടിച്ചാൻ പറ്റുന്നവനാണോ നോക്കിയാൽ മതി, ഉസ്താദിന് തിരിയില്ലെങ്കിൽ അവൻ അവിടുന്ന് പോരും. എനിക്ക് തന്നെ ഒരു രസകരമായ ഒരു സംഭവം പറയാനുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഒരു ഞങ്ങൾ വന്യരായ ഉസ്താദ് മൂന്നിയൂർ പി കുഞ്ഞി മുസ്ലിയാർ എപ്പോഴും പറയും ഉസ്താദ് നമ്മൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അൽഫിയ ഫത്തുൽമീനൊക്കെ ഉസ്താദിൻ്റെ അടുത്ത് തീർത്തു ഓതലില്ല. ഉസ്താദിന് എത്ര തോന്നുന്നുണ്ടോ അത്ര പോയി തരില്ല. അപ്പോൾ 2 കൊല്ലം അൽഫിയ ഓതിയിട്ടൊരു 750-800ഓളം വെയ്ത്ത് ഓതി. ഫത്തുൽമീൻ ഓതുമ്പോൾ കിതാബു നിക്കായ് വരെ ഓതി. കാരണം അധികം സൊറയാണ് ഈ കാരം. സൊറ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സൊറയാവില്ല, ചിലപ്പോൾ നമുക്ക് പഠിക്കാനുള്ള പലതുമാണ് ഈ കാരം പറയും. പക്ഷേ ഉസ്താദ് ദർസ് നടത്തുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ വിഷയം അധികരിച്ച വിഷയങ്ങൾ പറയുമ്പോഴും കുറേ കായികകൾ പറയും. ആ കായികകൾ പിന്നീട് നമുക്ക് പലപ്പോഴും അത് ഉപകരിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നീട് കേൾക്കാൻ പോണ കായിക തന്നെയാണ് ഈ കാരം. ചിലപ്പോൾ മുഖ്തസർ എന്ന് മനസ്സിലാവും, അതല്ലെങ്കിൽ മറ്റു വല്ല കിതാബുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന കായികകളാണ് ഈ കാര്യം. ഈ കായികകൾ എപ്പോഴും ബഹുമാനപ്പെട്ടവർ പറയാറുണ്ട്. അപ്പം ഞങ്ങളൊക്കെ അൽഫിയും ഫത്തുൽമീനും ഓതിയ കാലഘട്ടത്തിൽ ഉസ്താദ് എന്നോട് പറഞ്ഞു നിങ്ങൾ ഈ തഫ്സീറും മിഷ്കാത്തൊന്നും ഓതണ്ട, മുഖ്തസർ ഓതി കഴിഞ്ഞിട്ട് മാത്രമേ തഫ്സീർ ഓതാൻ പറ്റുള്ളൂ. ഞാനങ്ങനെ ഉസ്താദ് പറഞ്ഞിട്ട് കേൾക്കണം എന്നുള്ളത് വിശ്വസിച്ചപ്പെട്ട ആളാണ്. അപ്പം ഞാൻ ഉസ്താദ് പറഞ്ഞത് കേട്ടു. എൻ്റെ ഒപ്പമുള്ള കുറേ കുട്ടികൾ തഫ്സീറും മിഷ്കാത്തൊക്കെ ഓതി. ഞങ്ങൾ കുറച്ച് ആൾക്കാർ പിന്നെ ശറഹ് തദീബ്, മുഖ്തസർ, ഹുലൈദിസ്, ഹുലാസ് അങ്ങനത്തെ കിതാബുകളാണ് അന്ന് ഓതുന്നത്. ഒരു ദിവസം ഞാൻ കുറച്ച് ദിവസം ദർസിൽ വരാൻ വൈകിയപ്പോൾ അന്ന് പിന്നെ ഉസ്താദ് പിന്നെ വന്നപ്പോൾ ഞാനായിരുന്നു വായിച്ചു കൊടുക്കൽ. അപ്പം എന്നോട് നിങ്ങൾ വായിക്കണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയാം ഞാൻ വായിക്കണ്ടെന്ന് പറഞ്ഞാൽ ഉസ്താദ് തെറ്റുമെന്നുള്ളത്. കാരണം മറ്റുള്ള കുട്ടികൾ വായിച്ചാൽ ശരിയാവില്ല എന്ന് എനിക്കറിയാം, എന്തെങ്കിലും ഒരു തെറ്റുണ്ടാവും. ഉസ്താദിന് കിതാബ് മുത്താല ചെയ്യുന്ന പണിയില്ല, ആദ്യം ചെന്നപാട് ഒരു പേജ് 1.5 പേജ് വായിപ്പിക്കലാണ്. അപ്പം വേറൊരുത്തം വായിച്ചു, ഓൻ വായിച്ചത് ഒരുപാട് തെറ്റിയാലും പിന്നെ ഉസ്താദ് ഓത്തു തുടങ്ങി. കിതാബ് മുഖ്തസർ ഓതുമ്പോഴേ ഉസ്താദിന് ഒപ്പം ഒരാൾ മൂളി കൊടുക്കണം, ഒരാൾ ഒപ്പം ബാക്കി പറയണേന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇത് കുട്ടികളിൽ നിന്ന് അധികം ആളുകൾ അത് പറയില്ല, ഞാനാണത് പറയല്. ഞാൻ പറഞ്ഞില്ല, എന്നിട്ട് തെറ്റാണല്ലോ, അപ്പം ഞാൻ പറയാതെ ഇരുന്നും ചെയ്തു. ഞാൻ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു മറ്റേ ഭാഗത്ത്. അങ്ങനെ ഞാൻ അവിടുന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഉസ്താദ് അപ്പോൾ കിതാബ് കൂട്ടി റൂമിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്നാൽ പോവുകയാണെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ ഇഷ്ടമുള്ളിടത്തേക്ക് പോയിക്കോളി എന്ന് പറഞ്ഞു. ഉസ്താദിൻ്റെ ബുദ്ധി ഞാൻ പോവില്ല എന്നാണ്. ഞാൻ അവിടുന്ന് പോന്നു. ഞാൻ ഒന്നുകിൽ തിരങ്ങാടി വാപ്പുലിയർ അവരുടെ അടുത്ത് ഞാൻ നോമ്പിനൊക്കെ ദർസ് എടുത്തുമ്പോൾ പോയി ഓതലുണ്ട്, മൂപ്പരെടുത്ത് ഓതണം. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഓക്കെ അബ്ദുറഹ്മാൻ ഹസ്രത്തുണ്ട്, മൂപ്പരെ സബക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരോട് എനിക്കൊരു താല്പര്യം ഉണ്ട്. അവിടെ കാനാഞ്ചേരിയാണെന്ന് തോന്നുന്നു മൂപ്പര്, അന്ന് അവിടെ മൂപ്പരെടുത്ത് പോയി എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അന്ന് ചില്ലറ പൈസ കയ്യിലുണ്ടാവുള്ളൂ. ബാപ്പ ഒരു റുപ്യ തരും ഒരാഴ്ചക്ക്. പിന്നെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കലൊക്കെ. വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി തന്നെ അധികം ഭക്ഷണം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കൽ. ചിലപ്പോൾ അവിടെ ഒരു ചെലവിടിയിൽ ചിലവിനും പോലുണ്ട്.
അപ്പോൾ അങ്ങനെ ഞാൻ വൈകുന്നേരം ഒരു ബസ് കയറി ഞാനിങ്ങനെ പോരുമ്പോൾ ഏകദേശം കോടൂർ ഭാഗത്തെത്തിയപ്പോൾ നേരെ ഇരുട്ടായി. ഞാനൊരു 15-16 വയസ്സായിട്ടുള്ളൂ എനിക്കന്ന്. എനിക്ക് രാത്രിയായപ്പോൾ ചെറിയ പേടിയായി. ഒരു പള്ളി കണ്ടു, ആ പള്ളിയിൽ കയറി ഞാൻ. അപ്പോൾ ഒരു 7 കുട്ടികളും ഒരു മുദരിസുണ്ട് അവിടെ. ഞാൻ ചോദിച്ചു, ഇവിടെ ഞാൻ ഓതട്ടെ എന്ന് ചോദിച്ചു ഉസ്താദിനോട്. അയാൾ എന്നെ സമ്മതിച്ചു, ഇന്നെ എടുത്തു നിങ്ങൾ ഇവിടെ ഓതിക്കോളി എന്ന് പറഞ്ഞു. രാവിലെ മൂപ്പരെന്നെ തഫ്സീർ ഓതാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു തഫ്സീർ ഓതാൻ ഞാൻ വരൂല, ഞാൻ ഉസ്താദ് പറഞ്ഞിരിക്കണം എന്താണെന്നറിയോ, മുക്തസിർ ഓതി കഴിഞ്ഞ ദിവസം തഫ്സീർ ഓതാന്നാണെന്ന്. അപ്പം ഇയാൾ പറഞ്ഞു, അതല്ലല്ലോ ഇപ്പോൾ ഉസ്താദ്, ഇപ്പം ഞാനല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ മൂപ്പരോടൊന്നും പറഞ്ഞില്ല, മൂപ്പരിൻ്റെ ഉസ്താദൊന്നും ആയിട്ടില്ലല്ലോ. ഞാൻ ഏതെങ്കിലും തഫ്സീർ ഓതാൻ കൂടി ചെന്നു. അപ്പോൾ 7 ആളുകളുണ്ട്, ഞാനൊന്ന് 8. 7 ആളിൽ നിന്ന് 3 ആളും മുഅല്ലിമീങ്ങളാണ്, 4 ഓതുന്ന കുട്ടികളുണ്ട്. ഫതലഖാ ആദമു മിൻ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. ഫതാബ അലൈഹിൻ്റെ അവിടെ എത്തിയപ്പോൾ ഈ കുട്ടി വായിച്ചു ഖബല തൗബത്തിഹി എന്ന്. ആദം നബി തൗബ ചെയ്യണതിന് മുമ്പ് ആദം നബിൻ്റെ മേലിൽ മൂപ്പര് തൗബ ചെയ്തു, അള്ളാഹ് തൗബ ചെയ്തു എന്നാണ് മൂപ്പര് അർത്ഥം വെച്ചത്. അപ്പം ഞാൻ ചോദിച്ചു അതെങ്ങനെ പണിയെന്ന് ചോദിച്ചു. അപ്പം തന്നെ മൂപ്പർക്ക് എന്നോട് ദേഷ്യം പിടിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ ഒന്നും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞ അലൈഹി എന്ന് പറഞ്ഞാൽ ലാമിൻ്റെ വയനാക്കാണ് അല എന്ന് പറഞ്ഞു. അൽഫിയൊന്നും ഓതിയിട്ടില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ അല എന്തെല്ലാം വയനാക്ക് വരുമെന്ന് എനിക്കറിയാം, എന്നിട്ടൊന്ന് അർത്ഥം വെച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പർ പറഞ്ഞു ഫതാബ അലൈഹി, ആദം നബിക്ക് വേണ്ടി അള്ളാഹ് തൗബ ചെയ്തു ഖബല തൗബത്തിഹി, ആദം നബി തൗബ ചെയ്തതിന് മുമ്പ്. അപ്പോൾ ഞാൻ പിന്നെയും ചോദിച്ചു, ഈ ആദം നബി തൗബ ചെയ്തതിന് മുമ്പ് ആദം നബിക്ക് വേണ്ടി അള്ളാഹ് തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ മൂപ്പർ എന്നോട് പറഞ്ഞത് അംബിയാ മുർസലീങ്ങളെ തൗബയാണ്, അതൊക്കെ അള്ളാഹ്ക്ക് വേഗം അറിയുന്നതാണ്. ഞാൻ പറഞ്ഞത് ഇപ്പം എൻ്റെതും നിങ്ങളതൊക്കെ അറിയില്ലേന്ന് ചോദിച്ചു. അതിൽ മൂപ്പരിനോട് ചൂടായി. എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് ഓരോ സ്ഥലത്ത് നിന്ന് കുറ്റിയും പറിച്ച് വരും എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് വലിയ വാചകടി ഉഴത്തി. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ കുറ്റിയും പൊറിച്ച് വന്നത് തന്നെയാണ്, പക്ഷേ നിങ്ങൾക്ക് തിരിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ ഇതല്ല അതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായി. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ തിരിച്ചു വന്നു. തിരുവങ്ങാടിക്ക് ഇങ്ങോട്ട് പോരുമ്പോൾ ബസ് കയറാൻ പൈസ ഇല്ലെന്ന്. പരപ്പനങ്ങാടിക്ക് പോകണ ഒരു ബസ് കയറി പാപ്പാനറിയുന്ന ഒരു പീഡിയക്കാരനോട് തിരുവങ്ങാടിയിൽ നിന്ന് പൈസയും വാങ്ങിക്കൊടുത്ത് ഉസ്താദിൻ്റെ ഇരുത്തിയിരുന്നു. അപ്പോൾ മൂലിയറിനോട് ചോദിച്ചു എന്താ പോയത് മതിയായെന്ന് ചോദിച്ചു. ഞാൻ മതിയായി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിയ സംഭവം പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ സംഭവം പറഞ്ഞു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു ഞാനതാണ് തഫ്സീർ ഓതി മുക്തസിർ ഓതിയിട്ട് തഫ്സീർ ഓതിയാൽ മതിയെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് അവിടെ അങ്ങനെ അല്ലാന്നെങ്കിലും തിരിഞ്ഞില്ലേ, എന്നാൽ ആ സ്ഥലം ഞാൻ തഫ്സീർ ഓതി തരാമെന്ന് പറഞ്ഞു. ഞാൻ ഉസ്താദിനെ കൊണ്ട് ജലാലൈനി അവിടെ മാത്രം ഓതിയിട്ടുള്ളൂ. അപ്പോൾ കബില തൗബത്തഹു എന്നുള്ളിടത്ത് കബില തൗബത്തിഹി എന്ന് വായിച്ചാൽ അതിൻ്റെ അർത്ഥം ഇപ്പം കുട്ടികളും അങ്ങനെ വായിച്ച് പഠിച്ചാൽ എന്തെല്ലാം കെട്ടിമറിയലാണ് പിന്നെ ചെയ്യണത്. ആദം നബിക്ക് വേണ്ടി തൗബ ചെയ്തു, ആദം നബി തൗബ ചെയ്തതിന് മുമ്പ് അംബിയാ മുർസലീങ്ങളെ തൗബൻ്റെ ഇന്നൽക്കുള്ളതായ പല തകരാറുകളും ഒക്കെ സംഭവിച്ചു പോകും. ഞാനൊരിക്കൽ നമ്മളെ ഒരു ദർസ് എന്നുള്ള എൻ്റെ ഒരു ഈശ്വരനാണ്. ഉസ്താദിൻ്റെ അടുത്ത് ഓതുന്ന കാലത്ത് നമ്മളെ കൊണ്ട് എന്തോ ഓതി വരാം. ഞാൻ അവരെ ദർസ് ഒരു ദിവസം കേട്ടു. ഞാനവിടെ ചെന്നപ്പോൾ അയാൾ നല്ല തിരിയുന്ന ആൾ തന്നെയാണ്. പക്ഷേ അയാൾ ജമ്മു ദർസ് നടത്തുമ്പോൾ ജമ്മുവിലൊരു സ്ഥലത്ത് ബിഅൻയകൂനൽ മുസ്തസ്ന ഫീഹി എന്നുണ്ട്. അവിടെ അതിൻ്റെ മുമ്പ് ഒരു നഹ്വു കൗലിക്ക എന്തോ ഉണ്ടെന്നുണ്ട്. അപ്പോൾ മുസ്തസ്നാവുക ഫീഹി ആ കൗലിൽ നിന്നാണ്. അവിടെ ഇവൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണെന്നറിയാം. ഇവൻ തിരിയുന്ന ആളാണ്, കുഴപ്പക്കാരനൊന്നുമല്ല. ബിഅൻയകൂനൽ മുസ്തസ്ന ഫീഹി എന്നല്ല, ഫീഹി എന്നുള്ളത് അവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികളൊക്കെ മാറ്റി ബിഹിയാക്കി മുസ്തസ്ന ബിഹി ആവുക എന്ന് അവൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് അവനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഇവൻ എന്നെ കണ്ടപ്പോൾ എന്നെ ബഹുമാനിക്കപ്പെട്ട ആളെ ചെറിയൊരു വിഷമത്തോടുകൂടി നിങ്ങൾ എപ്പോഴേ വന്നു എന്നൊക്കെ ചോദിച്ചു, ദർസ് കേട്ടാന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ ദർസൊക്കെ കേട്ടു, കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുട്ടികളോട് നാളെ ഒന്ന് മാറ്റി പറയേണ്ടി വരും എന്ന് പറഞ്ഞു. അതെന്തിയെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞ് ഇവൻ കുട്ടികളോട് അപ്പോൾ അവതരിപ്പിക്കണത് എന്താ, ഇവിടെ ഭയങ്കര ഇങ്ങനെ നുസ്ഖയിൽ ഒരുപാട് തെറ്റുണ്ടാവും. അപ്പോൾ നമ്മളെ മാരിക്കുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇത് തിരിവില്ല എന്നൊക്കെ പറഞ്ഞ് അത് മാറ്റിയിടാന്നൊക്കെ പറഞ്ഞ് അപ്പോൾ കുട്ടികൾക്കും തോന്നി ഉസ്താദിന് വലിയ തഹത്തീക്കാണ് ഇതെന്നൊക്കെ തോന്നി, ഇതൊക്കെ മാറ്റി വെച്ചു. ഞാൻ പറഞ്ഞു അവിടെ ഇനി ഫീഹി തന്നെ ആയിക്കോട്ടെ, അത് ബിഹി എന്നുള്ളത് ആക്കണ്ടില്ല, അതൊന്നാണ് മാറ്റിച്ചാൽ ഇനി കുട്ടികളെ കൊണ്ട്. അപ്പോൾ എങ്ങനെ മാറ്റിച്ചാന്ന് ചോദിച്ചെന്നോട്. ഞാൻ പറഞ്ഞു നാളെ ഇങ്ങനെ പറഞ്ഞാൽ മതി, ബിഹിയും ഫീയും ഒക്കെ പറ്റും, പക്ഷേ നുസ്ഖയിൽ അവിടെ ഫീഹി ഉണ്ടല്ലോ, അങ്ങനെ തന്നെ കെടുക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്നാൽ എൻ്റെ തടിയും കഴിച്ചിലാക്കാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയാണ് കിതാബിൽ. ഇപ്പം അടുത്ത ആരൊരാൾ അറിഞ്ഞു ഇല്ല ഫസിൽ ബി ദിക്രി, ഇന്തിഖാൽ ചെയ്യണം സുന്നത്തിക്കരിക്കുമ്പോൾ. അങ്ങനെ ഇന്തിഖാൽ ചെയ്യണില്ലെങ്കിൽ ഫസിൽ ബി ദിക്രി എന്നുള്ളിടത്ത് ഫസല്ലി ബി ദിക്രി എന്ന് വായിച്ചാൽ ദിക്ർ ചൊല്ലി നിസ്കരിച്ചോ, അല്ലെങ്കിൽ അത് ഉറപ്പിച്ചാൽ ദിക്ർ ആദ്യം ചൊല്ലിയിട്ട് പിന്നെ നിസ്കരിച്ചാൽ മതി എന്നുള്ളത് അങ്ങനെയാവാം. ചില ആളുകൾ വായിച്ചു ഇല്ല ഫസുലുൻ, അങ്ങനെ അല്ലെങ്കിൽ ഫസുലുൻ വിട്ടുപിരിക്കലാണ് ബിദിക്രി ദിക്ർ കൊണ്ടിട്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കാമെന്ന് ചോദിച്ചാൽ കിതാബുമായിട്ടുള്ള ഈ മുമാറസത്തും
അതുമായിട്ടുള്ള ബന്ധമൊക്കെ നമുക്ക് കുറയുന്നുണ്ടാകും. നമ്മൾ ഉസ്താദന്മാരൊക്കെ മടിയന്മാരാണ്, അധികം ആളുകളും. മടി ഉണ്ടാകുന്നതുകൊണ്ട് കുഴപ്പമില്ല, തിരിയുന്നുണ്ടെങ്കിൽ. ഇപ്പം ഞങ്ങൾ മൂന്നൂർ കുഞ്ഞി മുസ്ലിയാരെ പറ്റിയൊക്കെ പറയും മൂപ്പര് വലിയ മടിയനാണെന്ന്. തിരുവങ്ങാടി വാപ്പുസ്ലിയാരെ പറ്റിയും പറയുന്നുണ്ട്, എല്ലാവരും മൂപ്പര് വലിയ മടിയാണ്. ഉസ്താദ് ഞങ്ങളോടും പറയും ഞാൻ മടിയണമെന്ന് പറയണ്ട, നിങ്ങൾ എപ്പോഴും വന്ന് ഞങ്ങളെ കൊണ്ട് എന്നെ ഇവിടുന്ന് എണീപ്പിക്കണം എന്നാണ് പറയില്ല കിടക്കുന്നിടത്തുനിന്ന്. അവരൊക്കെ മടിയന്മാരായാലും കുഴപ്പമില്ല. PKP ഉസ്താദ് പറയലുണ്ട്, ബഹുമാനപ്പെട്ട മൂന്നൂർ പി കുഞ്ഞി മുസ്ലിയാരെ പറ്റി, ബഹുമാനപ്പെട്ട PKP അബ്ദുസ്സലാം മുസ്ലിയാർ അവർ ശരീക്കന്മാരാണ്. എന്നോട് എപ്പോഴും പറയലുണ്ട്, കുഞ്ഞീനെ എല്ലാ ദർസിലും കിടന്നു ഉറങ്ങലാണ്, പക്ഷെ ബാച്ചോതി കൊടുക്കണമെങ്കിൽ കുഞ്ഞിയും വേണം, പരീക്ഷയ്ക്ക് ഫസ്റ്റ് ആവും ചെയ്യും. അതാണ് കുഞ്ഞി മുസ്ലിയാർ. അപ്പം മടി ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കിതാബുകളുണ്ടല്ലോ, കിതാബ് തിരിയാൻ ആവശ്യമാവുന്ന കിതാബുകൾ. ഒരു ഇബാറത്ത് വായിച്ചാൽ ആ ഇബാറത്തിൻ്റെ ശരിയായ നിലക്കുള്ള അതിൻ്റെ മാന മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ആ നിലക്കുള്ള കിതാബുകൾ നമ്മൾ എന്താക്കണം എന്നറിയോ, അത് കുട്ടികൾക്ക് ഓതി കൊടുക്കണം. അത് ഓതി കൊടുക്കാനുള്ള മടി നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല. അത് വിവരമില്ലാന്നുണ്ടെങ്കിൽ നമ്മളത് തിരിയുന്ന ആളുകളോട് ചോദിച്ചു പഠിക്കണം. അങ്ങനെയാണ് പഴയ കാലത്തുള്ള ആലിമ്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രത്യേകം വരുന്നതായ അൽഫാദുകൾ, ദർസിൻ്റെ വരുന്ന പ്രത്യേക ലഫ്ളുകൾ, ആ ലഫ്ളുകൾ വന്നിക്കുകയാണെങ്കിൽ അതിന് പഴയ അറബിയിലുള്ളതായ മസലുകളോ അതല്ലെങ്കിൽ പഴയ ജാഹിലിയത്തിലും മറ്റുള്ള കവിതകളൊക്കെ പറഞ്ഞ് ആ ലഫ്ളിനെ ശരിക്ക് ഹല്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കുട്ടികൾക്ക് ആവശ്യമാവുന്ന ഒരുപാട് ഇൽമ് നമ്മളേക്ക് എന്താവണം, ഒരു ദർസ് കഴിയുന്നതോടുകൂടി കിട്ടണം. നമ്മൾ ചെറിയ കുട്ടികൾക്കുള്ള ദർസ് നടത്തുന്നത്, മുദരിസന്മാർക്കല്ല ദർസ് നടത്തുന്നത്. അപ്പോൾ അവർ കിതാബ് ഓതി വരും, വലുതാവുമ്പോഴേക്ക് അവർക്ക് എന്താവണം എന്നറിയോ, ഏത് കിതാബ് നോക്കിയാലും തിരിയാൻ പറ്റണതായ ഒരവസ്ഥ. ഇന്നിപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ പല കോളേജുകളിലൊക്കെ ഉള്ള കുട്ടികളെ കൊണ്ടൊരു ഇബാറത്ത് വായിപ്പിച്ചാൽ ഒരുപാട് തെറ്റുണ്ടാവും. നേരെ മറിച്ച് ചെറിയ സ്കൂളിൽ അറബി പ്രാധാന്യം നൽകിക്കൊണ്ട് പഠിക്കുന്ന ചെറിയ കുട്ടികളുണ്ട്. ആ കുട്ടികളെ കൊണ്ട് വായിപ്പിച്ചാൽ ചിലപ്പോൾ അത്ര തെറ്റുണ്ടാവില്ല. ആ കുട്ടികളോട് ആ അർത്ഥം ചോദിച്ചാലും പറയാൻ കഴിയും. ഇതൊക്കെ നമുക്ക് അനുഭവങ്ങളാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇൽമിനെ പഠിപ്പിക്കപ്പെടുന്നത് അള്ളാഹുവിൻ്റെ വജ്ഹിനല്ലാതെ പഠിക്കപ്പെടുന്നതായ ഒരവസ്ഥ ഉണ്ടോ എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത്. സ്വാഭാവികമായിട്ട് നമുക്ക് പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2-3 വർഷം അല്ലെങ്കിൽ 5-6 വർഷം നിന്ന് ഒരു സനത് കയ്യിലാക്കാം. ആ നിലയ്ക്ക് ഇൽമിനെ പഠിക്കുകയാണെങ്കിൽ ഇൽമു കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നതായ ഗുണമൊന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ പ്രമേയം തന്നെ അതാണ്. തദ്രീസ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ളതായ ആ ഇർസിനെ സമ്പാദിക്കാൻ വേണ്ടിയാവണം നമ്മൾ തദ്രീസ്. ആ നിലയ്ക്ക് നമ്മൾ തദ്രീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഭൗതികമായ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയല്ലേ, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലാ ദുനിയാ ഔ ഇലാ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. അപ്പം നിയ്യത്ത് എങ്ങനെ, അതൊക്കെ അനുസരിച്ച് ആവശ്യങ്ങൾ, ഭൗതികമായ താല്പര്യങ്ങളാണ് നമുക്ക് ഉദ്ദേശം നിൽക്കുക, എന്നാൽ ഭൗതികമായ താല്പര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ വാരിസ്യങ്ങളാണെന്നുള്ളൊരു ബോധം നമ്മൾക്കുണ്ടാവണം. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ എന്ന് പറഞ്ഞ ഉലമാവ്, ആ ഉലമാവ് നമ്മളാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായി നമ്മളിൽ ഉണ്ടാവേണ്ടതായ ഒരു ആലിമിനുണ്ടാവേണ്ട എല്ലാ ഗുണങ്ങളും അത് നമ്മളിലുണ്ടാവണം. അവൻ്റെ ഇൽമിൻ്റെ മുക്തത അനുസരിച്ച് അവൻ അമൽ ചെയ്യണം. അവനല്ലേ യഥാർത്ഥ ആലിമ് എന്നുള്ളത്. അപ്പം നമ്മൾ പലപ്പോഴും ഈ വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാതെ നമ്മളെ പറ്റി ആലിമീങ്ങൾ അല്ലെങ്കിൽ പണ്ഡിതന്മാർ മുദരിസീങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ, ഈ മുദരിസ് എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു സ്ഥാനമാണ്. വലിയൊരു സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇവിടുത്തെ മദ്രസിലെ മുഅല്ലിമീങ്ങൾ നമ്മളിൽ നിന്ന് പഠിച്ചിട്ടാണ് മുഅല്ലിമീങ്ങൾ വരുന്നത്. ഇവിടുത്തെ മുക്രിമാർ നമ്മളിൽ നിന്ന് പഠിച്ചിട്ടാണ്. ഇവിടുത്തെ ഖതീബന്മാർ നമ്മളിൽ നിന്ന് പഠിച്ചിട്ടാണ്. ഇവിടുത്തെ മുദരിസന്മാർ നമ്മളിൽ നിന്ന് പഠിച്ചിട്ടാണ്. അപ്പോൾ ഈ ഇവിടുത്തെ വാഇദീങ്ങൾ, ഇവിടുത്തെ എഴുത്തുകാർ, ദീനീ രംഗത്ത് സേവനം ചെയ്യണ ആരുണ്ടോ അവരൊക്കെ എങ്ങനെ മുദരിസിൻ്റെ ദർസിൽ നിന്നിട്ടോ അല്ലെങ്കിൽ തത്തുല്യ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ദർസിൽ നിന്ന് വരുന്നവനാണെങ്കിലും അതിനോട് തുല്യതയുള്ള മറ്റുള്ള നമ്മളെ പല സ്ഥാപന സംവിധാനങ്ങളൊന്നും നമുക്കുണ്ട്. അവിടുന്ന് പഠിച്ചു വരുന്നവനാണെങ്കിലും അവനിൽ എന്ത് വേണമെന്ന് അറിയോ,
യഥാർത്ഥ ആലിമ് എന്ന് പറയാൻ പറ്റണേ ആ ആലിമിനിക്ക് വേണ്ടതായ സ്വഭാവങ്ങളൊക്കെ അവനിലുണ്ടാവണം. അതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഉസ്താദുമാരൊക്കെ തന്നെ എപ്പോഴും നമ്മൾ കുട്ടികളിൽ നിന്ന് പല തകരാറുകളുണ്ടാവും. എല്ലാ തകരാറും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആ സന്ദർഭത്തിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു ശരിക്കുള്ളൊരു തെർബിയത്തൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കണം. നമ്മൾ ദർസ് നടത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ അധ്യാപകനാവുമ്പോൾ നമ്മളെ കയ്യിലുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ ആ കുട്ടികളെ നമ്മൾ തെർബിയത്ത് ചെയ്യുക. അവർ ദീനിയായ സ്വഭാവത്തിൽ കൂടി അവരെ നമ്മൾ വളർത്തിക്കൊണ്ടുപോകണം. ഇപ്പോൾ പലപ്പോഴും കുട്ടികൾ ദുആ ചെയ്യുമ്പോൾ ദുആയിൽ തെറ്റുണ്ടാവും. ഉടനെ വിളിച്ച് കുട്ടികളോട് അത് പറഞ്ഞു കൊടുക്കണം. ഈ ദുആയിൽ ഇന്ന തെറ്റുകളുണ്ട്, അത് അവനെ വിളിച്ച് മനസ്സിലാക്കി കൊടുക്കണം. നേരെ മറിച്ച് ആ തെറ്റുമ്പോൾ തന്നെ അവൻ ദുആയിന്ന് അങ്ങനെ പഠിച്ചു പോയാൽ പിന്നെന്താണ് സംഭവിക്കുക? ഈ തെറ്റ് ഒരു കാലത്തും അവന് അത് അത് തിരുത്തണമെന്ന് കഴിഞ്ഞാലും തിരുത്താൻ കഴിയൂല. കാരണം അവൻ്റെ നാവുമ്മൽ അങ്ങനെ വരുള്ളൂ. അതുപോലെ തന്നെ ഖുർആൻ ഓത്തിൻ്റെ ശൈലി അത് ശരിയാക്കണം. ചെറുപ്പത്തന്നെ ശരിയാക്കി കൊണ്ടുവരണം. അത് ശരിയാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ ചെറുപ്പത്തിൽ പഠിച്ച ആ ശൈലിയിലും ആ തെറ്റുകളൊക്കെ കൂടിക്കൊണ്ടിട്ട് തന്നെ അധികം ആളുകൾ ഓതും. പിന്നെ കിതാബിൻ്റെ ഇബാറത്തുകൾ എങ്ങനെയൊക്കെയാണ് കിതാബിനെ ഓതി പഠിക്കേണ്ടത്? ഒരു കിതാബ് ഓതി പഠിക്കുമ്പോൾ ചുരുങ്ങിയത് നമ്മളെ കുട്ടികൾക്ക് നമ്മളൊരു കിതാബിന് ഇന്ന ശറഉണ്ടെന്നെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മളെ കുട്ടികളോടൊക്കെ എന്താണ് അധിക കുട്ടികളോട് വിളിച്ചത് ഇപ്പോൾ അലിഫിയ ഈ കിതാബിന് എത്ര ശറഉണ്ടെന്ന് ചോദിച്ചു നോക്കാം. അതിൻ്റെ ശറഉകൾ എത്രയെന്നുള്ളത് കുട്ടികൾക്ക് പറയാൻ കഴിയില്ല. എത്ര ആ ശറഉ കുട്ടികൾ നോക്കിയില്ലെങ്കിലും ഇന്ന ശറഉകൾ ഇതിനുണ്ടെന്നെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഉസ്താദന്മാർ തയ്യാറാവണം. ശറഉ പഠിപ്പിച്ചു കൊടുക്കുക, അതിൻ്റെ ആശയങ്ങളെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ പ്രത്യേകമാവുന്നതായ വിഷയങ്ങൾ വരുന്ന സ്ഥലത്ത് ആ വിഷയങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് തന്നെ അവിടെ നല്ലോണം കുട്ടികൾക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിലേക്കുള്ള പഴയ കാലത്ത് ഉസ്താദന്മാർ പോയി തരുമ്പോൾ ചിലപ്പോൾ കടുപ്പില്ലാത്ത സ്ഥലങ്ങളാണ് ഈ കാരണം. എന്നാലും ഇന്ന സ്ഥലം പിന്നീട് വരുന്നുണ്ട് എന്ന് പറയാൻ തുടങ്ങും. അതെന്തിനാ പറയണത്? ചിലയിടത്ത് നല്ല കടുപ്പുണ്ടാവും, ചിലയിടത്ത് അത്ര തന്നെ കടുപ്പുണ്ടാവില്ല. എന്നാലും അവിടെ ശ്രദ്ധിക്കേണ്ട സ്ഥലമായതുകൊണ്ട് അതിൻ്റെ മുമ്പ് തന്നെ കുറേ ദിവസം മുമ്പ് തന്നെ പറയലുണ്ട്. നമ്മളിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ആൾ വരുമ്പോൾ ഇന്നാൾ വരുന്നുണ്ട് എന്ന് കുറേ ദിവസം മുമ്പേ തന്നെ പറയുമല്ലോ. എന്നതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ വരുമ്പോൾ അതിന് പ്രധാനപ്പെട്ട സ്ഥലം ഏതാണെന്നുള്ളത് ആദ്യം ഉസ്താദന്മാർക്ക് മനസ്സിലാവണം. എന്നാലല്ലേ ഇന്ന പ്രധാനപ്പെട്ട സ്ഥലം വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമ്മൾ ഏതാണെന്നുള്ളത് മനസ്സിലാക്കി ആ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇന്ന സ്ഥലത്ത് പ്രധാനപ്പെട്ട സ്ഥലം വരുന്നുണ്ട്. അവിടെ ചിലപ്പോൾ ഉസ്താദ് മനസ്സിലാക്കി അത്ര പ്രയാസവും കടുപ്പമൊന്നും ഉണ്ടാവില്ല. കുട്ടികളെ കൊള്ള ചേർത്ത് വെക്കുമ്പോൾ ചില കുട്ടികൾ ഈ ഉസ്താദിനേക്കാൾ ബുദ്ധിയുള്ളവരായിരിക്കും. അവർക്ക് അവിടെ എളുപ്പത്തിൽ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പലപ്പോഴും ഉസ്താദന്മാരോട് ചോദിച്ചിട്ടുണ്ട്. നമ്മളെ കുഞ്ഞിമൂല്യർക്കൊക്കെ ആ ഒരു സ്വഭാവം ഉണ്ട്. ഇത് സ്ഥലം വരുന്നതിന് മുമ്പ് തന്നെ അവിടെ മൂപ്പര് പറയാൻ തുടങ്ങും തന്നെ സ്ഥലം വരുന്നുണ്ട്. ഒരിക്കൽ പറഞ്ഞു ഒബൈന നഖീവൈഹിമ തബായും രുസിയും ശരദ്വീപിൽ കുറേ ദിവസം മുമ്പ് തന്നെ ഭയങ്കര ഉസ്താദ് ഇങ്ങനെ ഭയങ്കര കടുപ്പാക്കി പറയാണ്. കുറേ സ്ഥലങ്ങളൊക്കെ കടുപ്പുള്ളതോടെ തന്നെയാണ് ഈ കാര്യം മൂപ്പര് പറയുന്നത്. ഈ ഒബൈന നഖീവൈഹിമ തബായും രുസിയും എന്ന് പറഞ്ഞു കൊടുത്ത് വലിയ കടുപ്പം പറഞ്ഞ് ഓതി വെക്കുമ്പോൾ ഒന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ എന്ത് കടുപ്പാണ്? ഒന്നുക്ക് നിങ്ങൾ ഓതിനാൻ നിങ്ങൾക്ക് തിരിയാൻ കുറച്ച് ബുദ്ധിമുട്ടായോ? അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മൗലിയർ പറഞ്ഞത് എന്താ അറിയോ? അത് ഞാൻ ഓതിനന്ന് എനിക്ക് തിരിയാൻ ബുദ്ധിമുട്ടായി എന്നല്ല, നിങ്ങളെ മാരിക്കല്ലാത്ത ചില കുട്ടികൾ ഇതിലുണ്ട്. അപ്പോൾ അവരൊന്ന് ശ്രദ്ധിച്ചോട്ടെ എന്നുള്ളവർക്ക് അതിന് മുമ്പ് പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ കല്ലിമിന്നാസബി കദരി വക്കൂലിഹിം എന്ന് പറഞ്ഞില്ല. അപ്പോൾ ജനങ്ങൾക്ക് അവരെ ബുദ്ധി നമ്മൾ മനസ്സിലാക്കി ചില കുട്ടികളോട് ഇപ്പോൾ കോളേജ് സമ്പ്രദായത്തിലൊന്നും നമ്മൾക്ക് തിരിയാത്ത കുറേ മണ്ടന്മാരുണ്ടെങ്കിൽ അവരെല്ലാം കൂടി തിരിച്ചു കൊടുക്കണവർക്ക് ഓതി കൊടുക്കാൻ കഴിയൂല. എന്നാലൊരു മുത്തവസ്സിത്താവുന്ന ഒരു അഖലിനെ കണക്കെടുത്തുകൊണ്ടാവണം നമ്മളെ സബുക്കൾ. അല്ലാത്തതിലേക്ക് നമ്മൾ പറഞ്ഞു പോയാൽ ചിലപ്പോൾ കുട്ടികൾക്ക് അത് മനസ്സിലായിക്കോളണമെന്നില്ല. അപ്പം അങ്ങനെ കുട്ടികൾക്ക് കിതാബ് ഇത് മനസ്സിലാവണമെന്നും ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണെന്നും അതിന് നമ്മൾ എത്ര അധ്വാനിച്ചാലും വേണ്ടില്ല, നമ്മളിതൊരു നിർബന്ധമായ ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് നിർവഹിക്കുകയാണെന്നുള്ള ഒരു ബോധം നമ്മൾ ഉസ്താദന്മാർക്കൊക്കെ ഉണ്ടാവണം. അങ്ങനെ നമ്മൾ ഓതി കൊടുത്ത് കിതാബ് നമ്മൾ ലീവാക്കാതെ നിൽക്കുമ്പോഴേ കുട്ടികളും ദർസിലുണ്ടാവുള്ളൂ. കുട്ടികൾക്ക് ഭൗതികമായ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കുന്നതിനോട് കൂടെ തന്നെ അവർക്ക് ദർസിനോടും കിതാബിനോടൊക്കെയുള്ള ലദ്ദത്ത് അവരെ കൽബിൽ വരണ നിൽക്ക് എന്താവണം എന്നറിയോ? പഠന സമ്പ്രദായത്തിന് നമ്മൾ കൊണ്ടുവരണം. ഇപ്പോൾ തീരെ സ്കൂളിൽ പോകാത്ത കുട്ടികളുള്ള ദർസുകളുണ്ട് 10-70. ഇപ്പോൾ കാടേരി മുഹമ്മദ് മുസ്ലിയാർ ദർസ് നോക്ക്, ഇരുമൂഞ്ചോലയിൽ അവിടെ 10-70 കുട്ടികളുണ്ട്. പക്ഷേ ഒറ്റ കുട്ടി സ്കൂൾക്ക് പോകണില്ല. സ്കൂൾക്ക് പോകുക എന്നുള്ളത് മൂപ്പരെടുത്തതൊരു വിഷയമല്ല. പോകട്ടെ പോകാതിരിക്കട്ടെ, അത് ചിലപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞോളണമെന്നില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞേക്കേണ്ടി വരും.
അല്ലെങ്കിൽ അതിന് തുല്യതയുള്ളതായ മറ്റുള്ളതായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും ദർസിൽ. അങ്ങനെ ഏർപ്പെടുത്തിയാലും നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ, ഈ കുട്ടീനൊരു ഭൗതികമായ സ്വഭാവത്തിൽ കൂടി നീക്കണം എന്നല്ല. ഇങ്ങനെ ഇവനെ കൊണ്ടുപോയിട്ട് ഇവനക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുത്തിട്ട് അവസാനം ഇവനെ ഇതിൽ തന്നെ തളച്ചിടണം എന്നാണ്. ആ തളച്ചിടാൻ ആവശ്യമായ നിലക്ക് കിതാബിയാവുന്ന ലദ്ദത്ത് കുട്ടികളുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുത്തും കൊണ്ട് പ്രഗത്ഭരാവുന്നതായ മുദരിസന്മാരെ, പ്രഗത്ഭരാവുന്നതായ ദാഴികൾ കണ്ടില്ലേ. വയലു അറിയുന്ന ആളുകൾ വയലു അറിയുന്നതൊക്കെ ചിലപ്പോൾ തെറ്റാണ് ഈ കാര്യം. കുട്ടികൾ വിചാരിച്ചു ഈ വയലു അറിഞ്ഞവൻ വയലു പറഞ്ഞാൽ അതൊക്കെ ശരിയായി എന്നാണ്. കാരണം വയലു അറിയുന്ന ആളുകളെ പിന്നാലെ കുറച്ച് ആളുകൾ കൂടിയാൽ ഇവൻ പറയണതൊക്കെ യഥാർത്ഥത്തിൽ അതൊന്നും തെറ്റില്ലാത്ത ഒന്നാന്ന് ധരിച്ചു വെക്കുകയാണ്. എന്നിട്ട് ഇവൻ്റെ പ്രസംഗമായിരിക്കും കുട്ടികൾ എന്താവണമെന്നറിയോ അവർ പകർത്തുന്നത്. എന്നിട്ട് ഈ തെറ്റ് കുട്ടി പോയി പറയും. ഞാൻ കുട്ടികളൊക്കെ സബുക്കിൽ പലപ്പോഴും പറയുന്നുണ്ട്, പല വയലന്മാരെ പേരൊന്നും പറയാതെ ഇന്ന ആളുകൾ ഇന്നത് പറഞ്ഞു, ആ പറഞ്ഞത് നിങ്ങളും പോയി വയലു പറയുമ്പോൾ നിങ്ങളും പോയി പറഞ്ഞാൽ അത് അബദ്ധമാവും. ആ പറഞ്ഞത് ശരിയല്ല, അത് ചരിത്രപരമായതിനോട് ബന്ധപ്പെട്ടതാണെങ്കിൽ അതിൻ്റെ ചരിത്രം എന്നതാണ്. ഇത് നമ്മൾ കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ കുട്ടികളാണ്. നമ്മളെ കുട്ടികളാവുമ്പോൾ അവർക്ക് എന്ത് വേണം, ആ നിലക്കുള്ള എല്ലാ ഗുണങ്ങളൂടി ഉണ്ടായി കൊണ്ടിട്ട് അവർ നമ്മളെ അടുത്ത് പുറത്തു പോകണം. അവരിൽ നിന്നുണ്ടാവുന്നതായ എന്ത് തോന്നിയാസം ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കാമെന്നല്ല. അവരെ നമ്മളെന്താവണമെന്നറിയോ, തോന്നിവാസം ഉണ്ടെങ്കിൽ അവരെ നേരെ കൊണ്ടുവന്ന് നല്ല റൂട്ടിൽ കൂടി അവരെ സഞ്ചരിപ്പിച്ച് അവർക്ക് ആവശ്യമാവുന്ന ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ നന്നാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതോടുകൂടി വലിയ ശിദ്ധത്താക്കുമെന്നല്ല, കുട്ടികളെ മേൽ അത്ര വലിയ ശിദ്ധത്താക്കാൻ അതും പാടില്ല. ദർസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, അതങ്ങനെയാണ്. കുട്ടികൾ പല കളിയും ഒക്കെ ഉണ്ടാവും. അതിനെല്ലാം കൂടി വയ്യാലെ നടന്ന് കുട്ടികളെ വൈത്തലടന്ന് ചീത്ത അറിഞ്ഞൊരു സമ്പ്രദായം ഉണ്ടാകുമ്പോൾ കുട്ടികളവിടെ നിൽക്കൂല, കുട്ടികൾ പിറ്റേന്നതിനെ പോകും. റസൂലുള്ളാഹിന്റെ അടുത്ത് ഓതിനല്ലേ സഹാബത്തൊക്കെ. മഹാനാവുന്ന നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു മൂപ്പർക്ക് കണ്ണ് കണ്ടൂടെ എന്ന് പറഞ്ഞു. മൂപ്പരൊരവസരത്തെ മൂത്രമൊഴിക്കാണ്ട് എന്ന് പറഞ്ഞപ്പോൾ സുവൈബത്ത് എന്ന് പറഞ്ഞ സഹാബി മൂപ്പരെ കൊണ്ടുപോയിട്ട് സഹാബികളൊക്കെ എടുത്തു കൊണ്ടായി ഇവിടെ കണ്ട് വഹിച്ചാളെന്ന് പറഞ്ഞത്. അപ്പോൾ മൂപ്പർ അവിടുന്ന് വഹിക്കാൻ വേണ്ടി എന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, എന്താടാ ഇവിടുന്ന് മൂത്രം വഹിക്കണേ, ഇത് മനുഷ്യൻ ഇരിക്കണ സ്ഥലമല്ലേ, ഇവിടെ ഒന്ന് മൂത്രം വഹിക്കാൻ പറ്റുമോ? അപ്പം എന്നത് അവൻ സുവൈബത്ത് ഇവിടെ കൊടുന്നാക്കിയതാന്ന് പറഞ്ഞു. ഇനി അവനെ കണ്ടുക്കണെങ്കിൽ 4 അടി കൊടുക്കണം എന്ന് പറഞ്ഞു മൂപ്പര് തന്നെ. അങ്ങനെ മൂപ്പര് ആരോ കൊണ്ടുപോയി വേറൊരിടത്ത് മൂത്രം ഒഴിപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ഒരിക്കൽ ഈ സുവൈബത്ത് ഇങ്ങനെ മൂപ്പരോട് വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു, എനിക്ക് സുവൈബത്തിനെ അടിക്കണം എന്നല്ലേക്ക് പറഞ്ഞിരുന്നത്, എന്നാൽ അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്, ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എന്നാൽ കൊണ്ടാക്കി. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പള്ളിയിൽ നിൽക്കരിച്ചിട്ടുണ്ട്. എല്ലാം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ അടുത്ത് കൊണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അടിച്ചുവിടുന്ന് തന്നെ മൂപ്പര് പോയി. അതിലെല്ലാവരും ചോദിച്ചു, എന്താ ഈ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അടിച്ചത്? ഞാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ ഒന്നും അല്ല അടിക്കണത്, ഞാൻ സുവൈബത്തിനെ തന്നെയാണ് അടിക്കണതെന്ന് പറഞ്ഞു. അപ്പം അതാണ് അവർ പഠിക്കണത് അവിടെ നിന്നാണ്. അവരെല്ലാം കളിയും തമാശയൊക്കെ അവിടുന്ന് തന്നെ ചിലപ്പോൾ ഉണ്ടാവണത്. അപ്പം അങ്ങനെ ചില കളിയും തമാശയൊക്കെ ദർസിലുണ്ടാവും. ആ ദർസിലുണ്ടാവുമ്പോൾ അതിൻ്റെ പിന്നിൽ അപ്പം തന്നെ ഓടി കുട്ടികളെ അടിച്ച് പിടിച്ച് കുട്ടികളെ പുറത്താക്കുന്നതായ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ ആവശ്യമുള്ളതായ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് കുട്ടികളെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഉലമാവിനെ മുദരിസീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ദർസിൻ്റെ രീതിശാസ്ത്രം എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ പറയണില്ല. ബഹുമാനപ്പെട്ട മൂസക്കുട്ടി ഹസ്രത്ത് അതിനെ സംബന്ധിച്ച് ഇവിടെ വളരെ വിശാലമായ നിലക്ക് ചർച്ച ചെയ്യും. പക്ഷേ എല്ലാവരും രീതിശാസ്ത്രം ഒന്നായിക്കോളുന്നില്ല. എല്ലാ നമ്മളിപ്പോൾ പല ഉസ്താദന്മാരും ദർസ് കേട്ടിട്ടുണ്ട്. പല ഉസ്താദന്മാർക്കും വ്യത്യസ്തമാവുന്ന രീതിശാസ്ത്രങ്ങളാണ് ഈ കാര്യം പലർക്കും ഉണ്ടാവുന്നത്. എങ്കിലും മൊത്തത്തിൽ നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരു രീതിശാസ്ത്രത്തിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മൂസക്കുട്ടി ഹസ്രത്ത് അവർ ആ വിഷയത്തിൽ വളരെ വലിയ പ്രഗത്ഭനാണ്, വലിയ പണ്ഡിതനാണെന്ന് നമുക്കറിയാം. അവർ അതുപോലെ തന്നെ ദർസി രംഗത്ത് മികച്ചു നിൽക്കുന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രമുഖൻ തന്നെയാണ്. അപ്പോൾ അവർ അതിൻ്റെ വേണ്ട രൂപങ്ങളൊക്കെ ഈ അവരെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് അവർ നമുക്ക് മനസ്സിലാക്കി തരും. നമുക്കുണ്ടാവേണ്ട ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇസ്തിഖാമത്ത് നമ്മളിൽ ഉണ്ടാവണം. നമ്മൾ പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ ആലിമീങ്ങൾക്ക് അമ്പിയാക്കന്മാരെ വാരിഥീങ്ങളാണ്. ഇത് നമ്മളെപ്പോഴും പ്രസംഗിക്കുന്നുണ്ട് എല്ലായിടത്തും. അലുലമാവ് വറസത്തുൽ അമ്പിയാവ്. ഇപ്പോൾ തദ്രീസ് തന്നെ എങ്ങനെയാണ് ഇർഫിനെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇർഫ്, ആ ഇർഫിനെ എങ്ങനെ നമ്മൾ സമ്പാദിക്കാം, ആ സമ്പാദിക്കാനാണ് തദ്രീസ് നമ്മൾ നടത്തുന്നത്. ആ ഇർഫ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മളിൽ അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ഗുണം ഉണ്ടാവണം. മഹാനാവുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു മരിക്കുന്ന സമയത്ത് മൂപ്പര് വസിയത്ത് ചെയ്തു,
ഇന്നന്നാസ ലം തസാലു ബി ഖൈരിൻ മസ്തഖാമത്ത് ഹുദാത്തുഹും വ ഉലാത്തുഹും. ജനങ്ങൾ അവർ ഖൈറിലായിക്കൊണ്ടേയിരിക്കും. പക്ഷേ അവരെ നേതൃത്വം നൽകുന്നതായ അവരെ ഉമറാവിനിക്കും നേതൃത്വം നൽകുന്നതായ അവരെ ഉലമാവിനിക്കും എന്തു വേണം? അവരിൽ ഇസ്തിഖാമത്ത് വേണം. അപ്പം നമ്മളെ ഉസ്താദന്മാരുടെ സ്വഭാവങ്ങളായിരിക്കും അധികരിച്ച കുട്ടികളും പിൻപറ്റുക. ആ ഉസ്താദിൻ്റെ സ്വഭാവങ്ങൾ എന്താവണം എന്നറിയോ? അത് പിൻപറ്റപ്പെടാൻ പറ്റുന്നതായ സ്വഭാവങ്ങളാവണം. ഇസ്തിഖാമത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മഹാനാവുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന് പോയ ആ വർഷത്തിൽ ആരോ പറഞ്ഞു, ഇവിടെ മിണ്ടാതിരിക്കാൻ നേർച്ചയാക്കിയ ഒരു പെണ്ണ് ഹജ്ജിന് വന്നിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവളെ വിളിപ്പിച്ച് അവളോട് ചോദിച്ചു, ഇയ്യെന്തടി മിണ്ടൂല എന്ന് പറഞ്ഞു, ഇജ്ജ് മിണ്ടിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ വല്ലാത്ത സംസാരം. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തന്നെ അവളോട് പറഞ്ഞു, ഇന്നകി ലസഊൽ, എടി നിന്നെ സംസാരിപ്പിച്ച് കുടുങ്ങിയല്ലോ, ഇജ്ജ് വല്ലാത്ത വർത്താനക്കാരത്തിയാണല്ലോ എന്ന്. പെണ്ണിങ്ങനെ തുടരെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക മൂപ്പരോട്. അപ്പോൾ അവൾ ചോദിച്ച ചോദ്യത്തിൽ ഒരു സംഗതി ആ പെണ്ണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, മാ ബഖാഉന അലാ ഹാദൽ അംർ അല്ലദീ ജാഅ ബിഹില്ലാഹ് ബഅദൽ ജാഹിലിയ്യ. ജാഹിലിയത്തിൻ്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന അവതരിപ്പിച്ച ഈ വിശുദ്ധമായ ദീനിൻ്റെ മേലിലാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ആവല് എപ്പോഴാണ്? അതിനുള്ള അടയാളങ്ങൾ എന്തൊക്കെയെന്ന് അബൂബക്കർ സിദ്ദീഖിനോട് ചോദിച്ചു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതിന് മറുപടി പറഞ്ഞത് എന്താ? മസ്തഖാമത്ത് ബിക്കും അയിമ്മത്തുക്കും, നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായ മഹാന്മാരാവും നിങ്ങളെ ഉസ്താദന്മാർ, നിങ്ങളെ മുദരിസന്മാർ, നിങ്ങൾക്കുള്ള മുഅല്ലിമീങ്ങൾ, നിങ്ങൾക്കുള്ള ദാഇകൾ, ഇവരൊക്കെ ഇസ്തിഖാമത്തിൻ്റെ സ്വഭാവമുള്ളവരാവണം. അപ്പോൾ കഴിയണത്ര ഇസ്തിഖാമത്ത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. കാരണം അത് അമ്പിയാക്കന്മാരെ ഇർഫ് നമ്മൾക്ക് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ ആ അമ്പിയാക്കന്മാരുമായുള്ള ആ ബന്ധം അത് അലാഖത്ത് വതീദ, ഒരു ശക്തമാവുന്ന ഒരു ബന്ധം തന്നെ ഉണ്ടാവണം. അത് പൂർണ്ണമായി ഒരു നബിമാരുടെ സ്വഭാവങ്ങൾ നമുക്കുണ്ടാക്കാൻ ചിലപ്പോൾ സാധിക്കൂല, നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ്. പക്ഷേ കഴിയണത്ര നമ്മൾ അൽ ഉലമാ എന്ന് പറയുന്ന ആ ഉലമാവിൽ പെടണം നമ്മൾ, എന്നാലേ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമുക്കുണ്ടാവുള്ളൂ. അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ വജ്ഹിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പഠിക്കുക, അള്ളാഹുവിൻ്റെ വജ്ഹിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പഠിപ്പിക്കുക. മഹാനാവുന്ന അലി റളിയല്ലാഹു തആല അൻഹു ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ഉപദേശം മഹാന്മാരാവുന്ന പണ്ഡിതന്മാരോട്, യാ അമലത്തുൽ ഇൽമ് ഇഅ്മലൂ ബിഹി, ആലിമീങ്ങളെ നിങ്ങൾ ഇൽമു കൊണ്ട് നിങ്ങൾ അമൽ ചെയ്യണം. ഫഇന്നൽ ആലിമ മൻ അമില ബിമാ അലിമഹു, യഥാർത്ഥ ആലിമ് എന്ന് പറയുന്നത് ആരാ? അവൻ്റെ ഇൽമനുസരിച്ച് അമൽ ചെയ്തവനാണ്. വവാഫഖ ഇൽമുഹു അമലഹു, അവൻ്റെ ഇൽമും അവൻ്റെ അമലും തമ്മിൽ എന്താവണം? യോജിക്കണം. ആ ഇൽമിനനുസരിച്ചുള്ളതായ അമൽ അവനിൽ കാണണം. വസയകൂനു അഖ്വാമുൻ യഹ്മിലൂനൽ ഇൽമ ലാ യുജാവിസു തറാഖീഹിം യുഖാലിഫു അമലുഹും ഇൽമഹും. പിന്നീടൊരു കൂട്ടം ആളുകളുണ്ടാവും, അവർക്കുള്ള ഇൽമും അമലും രണ്ട് സ്വഭാവത്തിലായിരിക്കും. മഹാനാവുന്ന ഷെയ്ഖുൽ മശായിഖ് ഖുത്ബുൽ അഖ്താബ് മുഹ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങൾ പറഞ്ഞല്ലോ, വറജുലുൻ ലഹു ലിസാൻ വലാ ഖൽബ ലഹു. ചില ആളുകളുണ്ടാവും, അവൻ ഘോരമായി പ്രസംഗിക്കും, അവൻ ദീന് പറയുന്നു കേട്ടാൽ വല്ലാത്ത പറച്ചിലാണ് ഈ കാരം. എന്നാൽ ഫയന്തിഖു ബിൽ ഹിക്മ, അവൻ വിശുദ്ധമാവുന്നതായ ദീനിൻ്റെ പല സംഗതികളെ കൊണ്ടും അവൻ പ്രസംഗിച്ച് ആ ജനങ്ങളെ ദഅവത്ത് ചെയ്യണ വലിയ പണിയായിരിക്കും അവനിക്കുണ്ടാവുന്നത്. എന്നാ ഇദാ ഖലക അന്നഹു ദീബുൻ അലൈഹി സൗബ്, കണ്ടോ? അവൻ ജനങ്ങളിൽ നിന്ന് വിട്ടു നിന്നാലുണ്ടല്ലോ എല്ലാ തമ്മാടിത്തരവും അവനുണ്ടാവും. കഅന്നഹു ദീബുൻ അലൈഹി സൗബ്, അവനൊരു വസ്ത്രട്ടതായ ചെന്നായിയെ പോലെ അവൻ്റെ യഥാർത്ഥ നിറം അപ്പോഴേ മനസ്സിലാവുള്ളൂ, അവൻ ആളുകളിൽ നിന്ന് ഒഴിഞ്ഞിക്കുമ്പോൾ. അപ്പോൾ അവൻ്റെ സ്വകാര്യ ജീവിതം എപ്പോഴും എന്തായിരിക്കും എന്നറിയോ? അതാണ് യുഖാലിഫു സരീറത്തുഹും അലാനിയത്തുഹും. അവരുടെ രഹസ്യ ജീവിതവും അവരെ പരസ്യ ജീവിതവും കൊള്ള നോക്കുകയാണെങ്കിൽ വ്യത്യാസമുണ്ട്. യജിരിസൂന ഹൽഖൻ യുബാഹി ബഅ്ദുഹും ബഅ്ദ. അവരിൽ നിന്നുള്ള ചിലർ നമ്മൾ ഇത്ര കുട്ടികളുള്ള ദർസാണ്, അല്ലെങ്കിൽ ഇത്ര ആളുകൾ നമ്മളെ പ്രസംഗം കേൾക്കാൻ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അഭിമാനം കൊള്ളുന്ന പലരും ഉണ്ടാവും. പക്ഷേ അവൻ്റെ ഒപ്പം പഠിക്കണ ഒരുത്തൻ അവൻ വേറെ സ്ഥാപനത്തേക്ക് പോവുകയും
അല്ലെങ്കിൽ വേറെ ദർസയ്ക്ക് പോവുകയാണെങ്കിൽ പിന്നെന്താവും എന്നറിയോ? ഇൽമിൻ്റെ സ്വഭാവത്തിൽ നമുക്കത് പാടില്ല. അവനെ വെറുപ്പിച്ച് പോകാൻ പാടില്ല എന്നുള്ളൂ. അവന് ഇഷ്ടമുള്ളിടത്തേക്ക് അവൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളെ വഴന്ന് നല്ലതാണെന്ന് കണ്ട് അത് അവന് ആകർഷണമാവുകയാണെങ്കിൽ അതിനെ നമ്മൾ എതിർക്കാൻ പാടില്ല. ഇത് മഹാനാവുന്ന അലി റളിയല്ലാഹു തആല അൻഹു ആലിമീങ്ങളോട് ചെയ്തതായൊരു ഉപദേശമാണ്. ഈ ഉപദേശം നമ്മൾക്കുണ്ടാവണം. മറ്റൊന്നിൻ്റെ ആലിമിൻ്റെ പവറോട് കൂടി നിൽക്കണം എപ്പോഴും. മഹാനാവുന്ന അബു ഹാസിം തങ്ങൾ പറഞ്ഞതുപോലെ കാനൽ ഉലമാഉ ഫീമാ മളാ യത്ലുബുഹുമുസ് സലാത്തീൻ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെ തേടിക്കൊണ്ട് രാജാക്കന്മാരും മന്ത്രിമാരും മുതലാളിമാരൊക്കെ അവരെ വീട്ടിലേക്ക് അങ്ങോട്ട് വരികയെന്ന്. വഹും യഫിറൂന മിൻഹും. ആ രാജാക്കന്മാരും മുതലാളിമാരും അതുപോലെ തന്നെ മന്ത്രിമാരൊക്കെ വരുമ്പോൾ ഇവർ ഒളിച്ചോടി പോവുകയാണ് ഇവർ ചെയ്യണത്. അവർക്ക് മുഖം കൊടുക്കാതെ പണ്ഡിതന്മാർ ഞാൻ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അവർക്ക് മുഖം കൊടുക്കൂല. കാരണം എന്തെങ്കിലും ഒരു നിലക്കുള്ള ബാധ്യത അവരുണ്ടാക്കി തീർക്കും. പിന്നെ ശരിക്ക് ദീൻ അതിൻ്റെ സത്യത്തോടു കൂടി പറയാൻ ചിലപ്പോഴുള്ളതായ ചങ്കൂർ, പിന്നെ അങ്ങനത്തെ ആളുകളാവണം. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ മാനിക്ക് ഇജ്ജ് എന്ത് കൊണ്ടേ കൊടുത്തോളോ അവിടെ വെച്ചടോ എന്ന് പറയും. എനിക്ക് എതിരിലാണ് തീരുമാനം പറഞ്ഞെന്നുണ്ടെങ്കിൽ അത് പറയുന്നേ അങ്ങനെ ഉണ്ടാവില്ല. മൂപ്പരങ്ങനെ നമ്മൾ വിചാരിക്കും മൂപ്പരത്ത് വാങ്ങി എന്തെങ്കിലും ഹദി കൊണ്ടേ കൊടുത്താൽ അതിന് വെറുപ്പൊന്നും പറഞ്ഞു അവിടെ വെച്ചോന്ന് പറയും. അപ്പോൾ വെച്ചോന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു നമ്മളെ കാര്യം കഴിച്ചിലായി പോയി. ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. അത് കൊണ്ടേ കൊടുത്താലും കൊണ്ടേ കൊടുത്തില്ലെങ്കിലും അത് സത്യം പറയുന്നോടത്ത് മൂപ്പര് സത്യം പറയും. ആ നിലക്കുള്ളതായ ഒരു ചങ്കൂറ്റ് നമ്മൾക്ക് ഉണ്ടാവണം. അമ്മൽ ഉലമാഉ അൽയൗം, ഇന്നത്തെ കാലത്തോ പണ്ഡിതന്മാർ ത്വലബുൽ ഇൽമ ഹത്താ ജമഉ ബിഹദാഫീരിഹി, ഇൽമിനെ അതിൻ്റെ എല്ലാ മേഖലകളും അവർ സമ്പാദിച്ചു, എല്ലാ വിഷയത്തിലും പ്രഗത്ഭർ തന്നെ. പക്ഷേ അത്തൗ അബ്വാബ സ്വലാത്തീൻ, അവർ രാജാക്കന്മാരുടെ വാതിൽക്ക് ചെന്ന് മുട്ടി അവരെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. യഫിറൂന മിൻഹും, രാജാക്കന്മാരും മുതലാളിമാരും മന്ത്രിമാരൊക്കെ ഇവനെ കാണുമ്പോൾ ഓടുകയാണ്. കാരണം എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാണ് ഈ കാര്യം മൂലയിൽ വരണമെന്ന് അവർക്കറിയാം. അപ്പോൾ അവർ ഓടി, പഴയ അവസ്ഥ ഉണ്ടല്ലോ, പണ്ട് നമ്മൾ ഓടിയത്, ഇപ്പോൾ അവർ നമ്മളെ കാണുമ്പോൾ ഓടുകയാണ്. അതിനും നമ്മൾ ചിരിച്ചും കണ്ടില്ലേ, പണ്ട് നമ്മൾ ഓടി, ഇപ്പോൾ ഓൻ നമ്മളെ കാണുമ്പോൾ ഓടട്ടെ എന്നാണ് ഈ കാര്യം നമ്മൾ പറയാം. അവൻ നമ്മളെ കാണുമ്പോൾ പണ്ടുണ്ടല്ലോ, അവനെ കാണുമ്പോൾ നമ്മൾ ഓടി, ഇപ്പോൾ ഇവന് ഓടട്ടെ നമ്മളെ കാണുമ്പോൾ. എന്നാലും നമ്മൾ താന്നു കൊടുക്കാൻ തയ്യാറല്ല. അപ്പം ആ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അവർ നമ്മളെ കാണുമ്പോൾ അവർ ഓടിപ്പോവുകയാണ്. വഹും യത്ലുബൂനഹു. എന്നാൽ ഈ ആലിമീങ്ങൾ ഇവരെ വയ്യാലെ പിന്നെയും കൂടുകയാണ്. ഈ ഒരു അവസ്ഥ നമുക്ക് ആലിമീങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഏത് നാട്ടിൽ ദർസ് നടത്തുകയാണെങ്കിലും എവിടെ നിൽക്കുകയാണെങ്കിലും നമ്മൾ നമ്മുടേതായതായ അതിൻ്റെ ഒരു പവറുണ്ടല്ലോ, ആ പവറോട് കൂടിയാവണം നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ദർസ് നഷ്ടപ്പെട്ടു പോകുന്നില്ല. അതോടുകൂടി അവരൊക്കെ നടത്തി ചീത്ത പറയണമെന്നല്ല അതിൻ്റെ അർത്ഥം. അവരോടൊക്കെ പെരുമാറേണ്ടതായ ഒരു രൂപത്തിലേ നമ്മൾ പെരുമാറാൻ പാടുള്ളൂ. അവരോടുള്ളതായ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ശൈലി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ശാസ്ത്രമുണ്ട്. ആ നിലക്കൊക്കെ നമ്മൾ എല്ലാവരോടും പെരുമാറണം. നമ്മൾ അവർക്ക് അടിമപ്പെടുന്നതായ രൂപം നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. പിന്നെ ഓരോ വിഷയത്തിലുള്ള തഹ്ഖീഖുകൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ നമ്മൾ എന്താവണമെന്നറിയോ, അത് നമ്മൾ മുതിരണം. മഹാനാവുന്ന അബു അലിയുൽ ഫാരിഖ്, അബു ഇസ്ഹാഖ് തങ്ങൾ അവരെ തിൽമീദാവുന്ന അബു അലിയുൽ ഫാരിഖ് തങ്ങളോട് പറഞ്ഞു, യാ ബുനയ്യ അൽ യൗമ അത്തഹ്ഖീഖു ഇമ്മാ തഖ്രീഖുൻ ഔ തംസീഖ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ തന്നെ തഹ്ഖീഖ് എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. അത് ഒന്നിക്കൽ അത് മുമസ്സഖാണ്, അല്ലെങ്കിൽ മുഖറഖാണ് എന്നാണ്. അപ്പോൾ ആ നിലക്ക് തഹ്ഖീഖ് എന്ന് പാടെ നശിച്ചു പോയിരിക്കുകയാണ് ഇൽമിൽ നിന്നിട്ട്. അതോടുകൂടി ആവശ്യമില്ലാത്തടത്തൊക്കെ കൂടണമെന്നല്ല. ഏതെങ്കിലും ഒരു വാവ് കണ്ടു, ആ വാവ് ഒരു ആവശ്യമില്ലാത്ത വാവാണെങ്കിൽ അതിൻ്റെ വയ്യാലെ കൂടണ്ട. ചിലപ്പോൾ വാവ് സാഹിതി ഉണ്ടാവും അവിടെ. അപ്പോൾ അത് മനസ്സിലാക്കാതെ അതിൻ്റെ വയ്യാലെ കൂടിക്കുകയാണെങ്കിൽ നേരം വെളുത്ത് വൈകുന്നേരമുള്ള ഇമ്മലാണ് ഈ കാരം പണി. അപ്പോൾ ആവശ്യമുള്ളീമലൊക്കെ കൂടണം. നമ്മൾ ആവശ്യമുള്ളീമ കൂടിയിട്ട് വിഷയത്തിൻ്റെ തഹ്ഖീഖുകൾ ഉള്ളത് പോലെ മനസ്സിലാക്കാം. ആരെ മുന്നിലും ദർസ് നടത്താന്നുള്ളതായ ഒരു കഴിവ്, അതാണ് നമ്മൾ സമ്പാദിക്കേണ്ടത്. ചില പള്ളിയിലുണ്ടല്ലോ, ആരെങ്കിലും വേറൊരു താഴെയുള്ള ആൾ കയറി വരുമ്പോൾ തന്നെ ഉസ്താദ് കാണാടിക്കാൻ, പിന്നെ ദർസിൻ്റെ സബുക്കിൻ്റെ ശബ്ദം കുറയും ചിലവിടത്ത്. അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അപ്പം അതുണ്ടാവരുത്. തെറ്റുണ്ടെങ്കിൽ അയാൾ കഴിയുന്ന ആളാണെങ്കിൽ അയാൾ പറഞ്ഞു തരും. തെറ്റ് അയാൾക്ക് കഴിയൂലാന്ന് നോക്കുക, എന്നാൽ അയാൾ കേട്ടോട്ടെ, നമ്മളെ തെറ്റ് കുഴപ്പമില്ലല്ലോ. അപ്പം തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരാനെങ്കിലും ഉപയോഗിക്കും. വരുന്നവുണ്ടല്ലോ അവൻ കഴിയുന്ന ആളാണെങ്കിൽ. അപ്പം അതുകൊണ്ട് പിന്നെ വേറൊരു സ്വഭാവം നമ്മൾക്കൊക്കെ ഇങ്ങനെ തോന്നിക്കാണും, ആലിമീങ്ങൾക്ക് പ്രത്യേകമാവുന്നൊരു വേഷമില്ല എന്നുള്ളത്. അതും വളരെ തെറ്റാണ്. ആലിമീങ്ങൾക്കൊരു വേഷമില്ല എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഏതെങ്കിലും തുണി ഉപ്പായിട്ട് കൊടുത്താൽ മതി, തലയിൽ തല മറക്കണം എന്നില്ല, അതുപോലെ തന്നെ അത് ഇന്ന കുപ്പായ ഇടണമെന്നില്ല, നീ ഫാൻ്റ് ഇട്ടാലും മതി, എന്ത് ഇട്ടാലും മതി, അവറത്ത് മറക്കണം, എന്ത് ഇട്ടാലും മതി.
എന്തിലും കൊണ്ടേ ഇടാൻ പറ്റില്ല എന്നുള്ളൂ, അത് ശ്രദ്ധിക്കുക. പക്ഷേ എന്ത് ഇട്ടാലും മതി എന്നുണ്ടെങ്കിലും നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഉണ്ട്. ഉലമാഇക്കൊരു വേഷമുണ്ട് എന്ന്. മഹാനാവുന്ന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് അതിൻ്റെ മുമ്പ് അതിനോട് ബന്ധപ്പെട്ട പല രേഖകൾ ഉദ്ധരിച്ചതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ടവർ പറയാണ്, വഅഖദൽ ഉലമാഉ മിമ്മാ ദുക്കിറ അന്നഹു യംബഗി അൻ യകൂന ലിൽ ഉലമാഇ ശിആറുൻ മുഖ്തസും ബിഹി ലിയുറഫു ഫയുസ്അലു ലിയുംതസല മാ അമറു ബിഹി വനഹു അൻഹു. ആലിമീങ്ങൾക്ക് എന്ത് വേണമെന്നറിയോ? അവർക്ക് അവരാണെന്ന് തിരിയണതായ ഒരു വേഷം ഉണ്ടാവണം. അത് പല രാജ്യത്തും പല ജാതിയായിരിക്കും. ഇപ്പോൾ ഉത്തരേന്ത്യയിലുള്ള വേഷമാവില്ല ഇവിടുത്തെ ഉസ്താദന്മാർക്ക്. നമ്മൾക്കുള്ള വേഷം വേറൊന്നെയാണ്. മിസ്റിൽ പോയി നോക്കുക, അവിടെ വേറൊരു വേഷമാണ്. അങ്ങനെ പല രാജ്യത്തും പല വേഷങ്ങളായിരിക്കും. പക്ഷേ ഉലമാഇക്ക് ആ രാജ്യത്ത് ആ പ്രദേശത്ത് അവൻ അറിയപ്പെടുന്നതായ ഒരു വേഷം അവനിക്കുണ്ടാവണം. അൻ യകൂന ലിൽ ഉലമാഇ ശിആറുൻ മുഖ്തസും ബിഹിം, അവരെ കൊണ്ട് പ്രത്യേകമാവുന്നതായ, ഇപ്പം നമ്മളൊക്കെ ഉള്ളതുപോലെ തന്നെ ഇപ്പോഴുള്ള ഈ തലീക്കെട്ട്, ഈ കുപ്പായം, അതുപോലെ തന്നെ ഈ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള നിലക്കുള്ളൊരു തുണി എടുക്കുക. വലിയ കാര്യമൊക്കെ ഉള്ള തുണി എടുത്താൽ ചിലപ്പോൾ ജനങ്ങൾക്ക് പിന്നിലിക്കാൻ ഇഷ്ടമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ജനങ്ങൾ മൗമൂമിങ്ങളായി നിൽക്കുന്ന ആളുകൾ അവർ നമ്മളെക്കാളും നല്ല ആളുകളാണ് ഈ കാലം. ഈ തുണി ഇപ്പം എടുത്തുകൊണ്ട് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഒരു വലിയ കരമുള്ള തുണി എടുത്തെടുത്തുകൊണ്ട് എന്താ, അവൻ തീർന്ന് പുറത്തൊന്നും പോവില്ല. പക്ഷെ അതല്ല, അതൊരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുറുവത്തിനോട് യോജിച്ചതായ വേഷമല്ല അത്. അതുകൊണ്ട് ആ വേഷം അവനക്ക് ഉണ്ടാവാൻ പാടില്ല. ആലിമിനെ പ്രത്യേകമാവുന്നൊരു വേഷം വേണം. ലിയുറഫു, അവൻ ആലിമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കപ്പെടാൻ വേണ്ടി. ഫയുസ്അലു, അങ്ങനെ ആവുമ്പോഴേ അവനോട് വന്ന് വിഷയങ്ങൾ അന്വേഷിക്കും, ചോദിക്കപ്പെടും. ലിയുംതസല മാ അമറു ബിഹി വനഹു അൻഹു, അവർ നഹി ചെയ്യുന്നതും അവർ കൽപ്പിക്കുന്നതുമായ സംഗതികൾ ജനങ്ങൾ വിശ്വസിക്കണം എന്നുണ്ടെങ്കിലും ജനങ്ങൾ അതിന് വഴിപ്പെടണം എന്നുണ്ടെങ്കിലും അതിനാവശ്യമായ നിലക്കുള്ളൊരു വേഷം, ആ വേഷം നമ്മൾക്കുണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതായ സംഗതികൾ ആലിമീങ്ങളിൽ നിന്നുണ്ടാവാൻ പാടില്ല. മഹാനാവുന്ന അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മൂപ്പര് ഷാഫി ഇമാമിൻ്റെ അടുത്ത് ഓതാൻ പോയിന കാലഘട്ടത്തിൽ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ കൂടെ മൂപ്പരെ പെങ്ങളെ മകൻ ഉണ്ടായിരുന്നു എന്നാണ്. അത് ചെറിയ കുട്ടിയാണ്. ഷാഫി ഇമാമ് തങ്ങൾ മൂപ്പരെ പറ്റി നമുക്കറിയാലോ. മൂപ്പർക്ക് ഫറാസത്തിൻ്റെ എൽമുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ മുഖത്ത് നോക്കി അഹ്മദ് ബിൻ ഹംബൽ തങ്ങളിൽ പിന്നീടുണ്ടാവുന്ന സർവ്വ തത്വപൂറാത്തുകളെ പറ്റിയും ഇമാം ഷാഫി തങ്ങൾക്കറിയാം. ഇമാം ഷാഫി തങ്ങൾ വിളിച്ചു പറഞ്ഞു അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട്, എടോ ഇനി ഓതാൻ വരുമ്പോൾ ഈ കുട്ടീനേറ്റ് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു. അപ്പോൾ വരരുത് എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞു ഇതിൻ്റെ പെങ്ങളെ കുട്ടിയാണല്ലോ എന്ന്. എടോ നിൻ്റെ പെങ്ങളെ കുട്ടിയാണോ അല്ലേ എന്നുള്ളത് ആളുകളറിയില്ല. ആളുകൾ ഇനി ഒരു ചെറിയ ഒരു കുട്ടീൻ്റെ കയ്യും പിടിച്ചു പോകുമ്പോൾ മറ്റു പല തെറ്റിദ്ധാരണകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ അത് ശ്രദ്ധിക്കണം. കാരണം ജനങ്ങൾ ഇനി പിന്നീടൊരു മുജിത്തഹിദാവുന്ന ഇമാമായി ഈ ഒരു അത്ബാഴികൾ ഉണ്ടാവുന്ന വലിയൊരു മഹാനാണ് നീ. അപ്പം നിൻ്റെ ഈ കാലഘട്ടത്തിൽ നീ ഓതി പഠിക്കണ കാലഘട്ടത്തിലുള്ള നിൻ്റെ ഈ ജീവിതം തന്നെ വളരെ വിശുദ്ധമാവണം എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ സഫിയ റളിയല്ലാഹു തആല അൻഹ വന്നു. മുപ്പത്തിയേരോട് വർത്താനം പറഞ്ഞു. സഫിയ റളിയല്ലാഹു തആല അൻഹനെ തിരിച്ചു കൊണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ ഉമ്മു സൽമാ ബീവിൻ്റെ വീട്ടിൻ്റെ അടുത്തെത്തിയപ്പോൾ രണ്ട് സ്വഹാബത്ത് അതിലെ പോകുന്നുണ്ട്. റസൂൽ അവരോട് പറഞ്ഞില്ലേ, അലാ റിസ്ലിക്കുമാ, എടോ നിങ്ങളവിടെ നിൽക്കിയെന്ന് പറഞ്ഞില്ലേ. ആദിഹി സഫിയത്തു, ഇതിൻ്റെ ഭാര്യയാവുന്ന സഫിയാണെന്ന് പറഞ്ഞല്ലോ. അവർ ഇന്നാലില്ലാ എന്ന് പറഞ്ഞു. എന്താ ഇന്നാലില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? നബിയെ തങ്ങളെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു ധാരണ ഞങ്ങൾക്കുണ്ടാവില്ല. ഈ അസമയത്ത് ഇഅ്തികാഫ് എന്ന് പറഞ്ഞിട്ട് നബിയെ തങ്ങളിവിടെ വന്നുകൂടുക, ഏതെങ്കിലും പെണ്ണുങ്ങളെ ആവശ്യത്തിന് ഇവിടെ വരുത്തുക എന്നുള്ളൊരു ധാരണ ഞങ്ങൾക്കുണ്ടാവുമോ? അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ സഹാബിയാവുമോ? അതാണ് ഇന്നാലില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ റസൂൽ പറഞ്ഞില്ല, അല്ല ശൈത്താന അൻ യഖ്ദിഫ ഫീ ഖുലൂബികുമാ ശൈഅൻ, നിങ്ങളെ ഹൃദയത്തിൽ ശൈത്താൻ എന്തേ ഇടും എന്ന് പറഞ്ഞാൽ അവരെ ഹൃദയത്തിൽ ഇടുന്നല്ല. ഇത് പിന്നീട് വരുന്നതായ ആലിമീങ്ങളോടുള്ളൊരു ഉപദേശമാണ്. ആലിമീങ്ങളെ, നിങ്ങളെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയുള്ള എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് സംഭവിക്കുകയാണെങ്കിൽ ആ തെറ്റിദ്ധാരണകൾ ജനങ്ങൾക്ക് ഉണ്ടാക്കണം, ആ തെറ്റിദ്ധാരണ തീർത്തു കൊടുക്കണം. ആ തെറ്റിദ്ധാരണകൾ തീർത്തിട്ടില്ല എന്ന് വെക്കുക, എന്നാൽ അത് വളരെയധികം മോശമായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടിട്ട് നമ്മളെ പള്ളി ദർസിലുള്ളതായ ഉസ്താദന്മാരാണെങ്കിലും കോളേജിലുള്ളതായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് അതിനോട് സഹകരിച്ച് നിൽക്കുന്ന കോളേജുകളാണ് നമ്മളെ ഈ കോളേജുകളൊക്കെ. അവിടെയാണെങ്കിലും ഒക്കെ നമ്മളെ കുട്ടികളിലും നമ്മളിലൊക്കെ ഈ ഉയർന്ന മൂല്യങ്ങൾ മാത്രം ഉണ്ടാക്കി കൊണ്ടിട്ട് ഉയർന്ന സ്വഭാവങ്ങളുണ്ടാക്കി നമ്മളെ മുറുവത്തിന് കേടുവരുത്തുന്ന പ്രവൃത്തികളൊന്നും നമ്മളിൽ നിന്നില്ലാതെ ജീവിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണമെന്നും കിതാബൊക്കെ ആദ്യം തന്നെ ശരിക്കും മനസ്സിലാക്കി
സംശയമുള്ളിടത്ത് എവിടെ പോയി ചോദിച്ചാലും വേണ്ടില്ല, നടന്ന് ചോദിക്കണം. നമ്മൾ മുമ്പൊരിക്കൽ ഉസ്താദിനോട് ജമ്മുൽ ജവാമിൽ ഒരു ഇഷ്കാല വെച്ചപ്പോൾ ഉസ്താദിന് ഇഷ്കാലായി. ഉസ്താദ് പറഞ്ഞ് നമ്മൾ പോവുക കൈപ്പറ്റ വീരാമുട്ടിലെ അടുത്ത് പോവുക പറഞ്ഞു. തിരുരങ്ങാടിയിൽ നിന്ന് കൈപ്പറ്റ ഇങ്ങോട്ട് കുളപ്പുറത്ത് ഇരുമ്പുംചോലക്കൊക്കെ നടന്നു. അവിടെ എത്തിയപ്പോൾ ഉസ്താദ് കുറച്ച് തടിയുള്ള ആളായതുകൊണ്ട് ഉസ്താദിൻ്റെ തൊട പൊട്ടിയെന്ന്. എന്നിട്ട് കുറേ ദിവസം ഉസ്താദ് പറയലുണ്ട്, അവിടേക്ക് നടന്നു പോയിട്ട് അന്ന് ബസ്സും കാര്യമൊന്നുമില്ല, എപ്പോഴെങ്കിലും ഒരു ജീപ്പോ വേറെ എന്തെങ്കിലും കിട്ടുള്ളൂ. അങ്ങനെ നടന്നു പോയിട്ട് തൊട പൊട്ടിപ്പോയി. അപ്പോൾ ഇഷ്കാൽ ഉണ്ടെങ്കിൽ ആ ഇഷ്കാൽ ആരാക്കുന്നാണോ, പിന്നെ വീരാൻകുട്ടിയിലേട്ട് അതിന് മറുപടി അന്ന് പറഞ്ഞിട്ടില്ല, 3-4 ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞത്. പിന്നെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വെച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലുലമയെ കണ്ടപ്പോൾ ശംസുലുലമനോട് ഉസ്താദ് ചോദിക്കുകയും ഒരു 1.5 മണിക്കൂർ അതിൻ്റെ നീണ്ടൊരു ജവാബ് ഷെയ്ഖുന പറയുകയും ചെയ്തു. പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും പിന്നെ ഉസ്താദ് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതാണ് അങ്ങനെയാണ് മഹാന്മാരൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ആരോടും ചോദിച്ച് പഠിക്കാൻ നമ്മൾ മടിക്കരുത്. അതോടൊപ്പം റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ പോലെ മുദരിസന്മാർ സംഗമിച്ചു കൊണ്ടിട്ട് അവർക്ക് അവരെ പ്രശ്നങ്ങളും കിതാബിലുള്ളതായ ഇബാറത്തുകളൊക്കെ ഹല്ല് ചെയ്തുകൊണ്ട് അത് തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്നതായ ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കാൻ വേണ്ടി ജമിയത്തുൽ മുദരിസീൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല മഹാന്മാരാവുന്ന മുദരിസന്മാരും പുറത്തുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനത്തെ ആളുകളൊക്കെ വലിയ 10, 100, 100 കുട്ടികളെ ദർസ് നടത്തുന്നത് പലരുമുണ്ട്. അവരൊക്കെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ആലോചിച്ചതിന് ശേഷം കുറച്ച് ആളുകളെ നമ്മൾ പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത് തന്നെ ഒരു നല്ലൊരു സ്റ്റേറ്റ് കമ്മിറ്റി നിലവിൽ വരും വേണം. ഞാനിതെല്ലാം കൂടി ഇതിൻ്റെയും പ്രസിഡൻറ്റ് അതിൻ്റെയും പ്രസിഡൻറ്റ് ഇതെല്ലാം കൂടി വേണ്ട, ഒരു പ്രസിഡൻറ്റ് സ്ഥാനം മാത്രം മതി. ഞാൻ അന്നേനെ അവരോട് പറഞ്ഞാണ്, പിന്നെ സമസ്തൻ്റെ പ്രസിഡൻ്റായപ്പോൾ ഇനി മറ്റൊന്നിൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനം വേണ്ടാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മാറ്റിക്കൊണ്ടിട്ട് അതിന് പ്രഗത്ഭരാകുന്ന പ്രസിഡന്റുമാരെയൊക്കെ കണ്ടുപിടിച്ച് നല്ലൊരു സംഭവമായി കൊണ്ടിട്ട് ഇത് മാറ്റണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ആ പ്രമേയത്തിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള പ്രസംഗം ആ നിൽക്കും ബഹുമാനപ്പെട്ട എ വി ഉസ്താദ് 2 വട്ടം സ്വാഗതം പറഞ്ഞിട്ടുണ്ട്. അത് സ്വാഗതാർഹമാണ്. എന്തിടോ 2 വട്ടം സ്വാഗതം പറഞ്ഞിട്ടുണ്ട്, അത് സ്വാഗതാർഹമാണ്. പക്ഷേ 2ാമത്തെ പ്രസംഗം ഇനി ഉണ്ടാവില്ല. അത് 1ാമത്തെ പ്രസംഗത്തിന് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മഹത്താവുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമത്തിനെ വലിയ വിജയപ്രദമാക്കട്ടെ. ഇത് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് അവരെ സ്ഥാപനങ്ങളാണ് ഇതൊക്കെ, അവരെ സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ് നമ്മളിത് നടത്തുന്നത്. അവരെ സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ് ഇത് നടത്തുന്നത്. അവരൊക്കെ ഇപ്പോൾ പിന്നെ വാർദ്ധക്യ സഹജമായ രോഗങ്ങളിലൊക്കെയാണ്. അവർക്കും സമസ്ത കേരള ജമിയത്തുലമൻ്റെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബഹുമാനപ്പെട്ട PKP അബ്ദുസ്സലാം മുസ്ലിയാർ, അതുപോലെ ബഹുമാനപ്പെട്ട സാദിഖ് മുസ്ലിയാർ, ഇവരൊക്കെ രോഗികളാണ്. അർഹമുർ റഹീമായ തമ്പുരാനെ അവർക്കൊക്കെയുള്ള രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. സമസ്ത കേരള ജമിയത്തുലമൻ്റെ സർവ്വ ഉസ്താദന്മാർക്കുള്ള രോഗങ്ങളെയും ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. നമ്മളോട് ദുആ കൊണ്ട് ഈ സാഹസിൽ വെച്ചുകൊണ്ട് ആരൊക്കെയാണോ ദുആ കൊണ്ട് ഏൽപ്പിച്ചത് അവർക്കൊക്കെയുള്ള രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഇതിന് പല ആളുകളും സഹായിച്ചിട്ടുണ്ട്. അവർക്കുള്ള എല്ലാ ഉദ്ദേശങ്ങളെയൊക്കെ നല്ല ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കണേ തമ്പുരാനെ. ഇതുപോലുള്ളതായ ഈ സംരംഭം അത് നീ സ്വീകരിക്കുന്നതായ ഒരു സാലിഹായ അമലായി കൊണ്ട് സ്വീകരിക്കണേ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം, അതിൻ്റെ പോഷക സംഘടനകൾ, അതിനോട് ബന്ധപ്പെട്ട പലതും, പിന്നെ അതിൻ്റെ എതിരുള്ളതായ സർവ്വ ദുശക്തികൾക്കുള്ളതായ ഷറുകളെ തൊട്ടും ഈ സംഘടനയും ഇതിൻ്റെ ഉപസംഘടനകളെയും ഇതിനോട് ബന്ധപ്പെട്ട സർവസ്വത്തിനെയും അർഹമുർ റഹീമായ തമ്പുരാനെ നീ കാത്തുരക്ഷിക്കണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.